ಆ ಡಿ ಗ್ರೂಪಿನವರು ಮೇಲೆ ಬರಬೇಕಾಗಿ ವಿನಂತಿ. ಡಿ ಗ್ರೂಪ್ ಒಂದನೇ ವೇದಿಕೆಗೆ. ಸಿ ಬಿ ಎ ಗ್ರೂಪಿನವರು ಬರಬೇಕಾಗಿ ವಿನಂತಿ. ಲೋಹರ್ ನಮಾಜ್ ಕಳೆದ ನಂತರ ಟೀಮ್ ಮ್ಯಾನೇಜರ್ ಗಮನಕ್ಕೆ ನಿಮ್ಮ ಸ್ಪರ್ಧಾರ್ಥಿಗಳಿಗೆ ಟೋಕನ್ ಲಭಿಸಿದಂತಹ ಚೆಸ್ ನಂಬರ್ ಲಭಿಸಿದಂತಹ ಸ್ಪರ್ಧಾರ್ಥಿಗಳಿಗೆ ಊಟದ ವ್ಯವಸ್ಥೆ ಮಾಡಲಾಗಿದೆ. ಅದೇ ರೀತಿ ಟೀಮ್ ಮ್ಯಾನೇಜರ್ಗಳು ಅದನ್ನು ಪಡೆದುಕೊಳ್ಳಬೇಕಾಗಿ ಕೇಳ್ತಾ ಇದ್ದೇವೆ. ಎರಡನೇ ವೇದಿಕೆಯಲ್ಲಿ ಜನರಲ್ ವಿಭಾಗದ ಉರ್ದು ಭಾಷಣ ಚೆಸ್ ನಂಬರ್ 429 415 ಎರಡನೇ ವೇದಿಕೆಯಲ್ಲಿ ಆಶಯ ಸಂವಾದ. ನಮ್ಮ ತೀರ್ಪುಗಾರರು ಗಮನಿಸಿ, 10 ನಿಮಿಷ ಅವರಿಗೆ ಟೋಟಲ್ ಆಗಿ. ಇದೀಗ ಫಸ್ಟಿಗೆ ನಡೆಯುವುದು ಎ ಗ್ರೂಪಿನ ಅವರು ವಿಷಯವನ್ನು ಮಂಡನೆ ಮಾಡುತ್ತಾರೆ. ಅದೇ ರೀತಿ 3 ನಿಮಿಷದಲ್ಲಿ ಅವರು ವಿಷಯ ಮಂಡನೆ ಮಾಡಿ ಮತ್ತೆ ಉಳಿದಿರುವ ಗ್ರೂಪಿನವರು ಪ್ರಶ್ನೆಗಳನ್ನು ಕೇಳುತ್ತಾರೆ, ಅದಕ್ಕೆ ಅವರು ಆನ್ಸರ್ ಮಾಡುತ್ತಾರೆ. ಆ ಆನ್ಸರ್ನ ಶೈಲಿ ಮತ್ತು ಅದರ ವೇಗತೆ ಅದಕ್ಕೆ ನಾವು ಮಾರ್ಕರ್ ನಾವು ಹಾಕ್ತಾ ಇದ್ದೇವೆ. ಮತ್ತೆ ಪ್ರಶ್ನೆ ಕೇಳುವವರು ಅರ್ಧ ನಿಮಿಷದ ಒಳಗಾಗಿ ತಮ್ಮ ಪ್ರಶ್ನೆಗಳನ್ನು ಅಷ್ಟೊಂದು ಶಾರ್ಟ್ ನೀವು ಮಾಡಬೇಕು. ಉತ್ತರ ಹೇಳುವವರು 1 ನಿಮಿಷದ ಒಳಗೆ ಅದಕ್ಕೆ ಆನ್ಸರ್ ಮಾಡಬೇಕು. ನಮ್ಮ ಸಮಯ 10 ನಿಮಿಷ ನಾವು ಗಮನಿಸಬೇಕು. ನಮಗೆ ಸಿಗುವಂತಹ ಸಮಯ 10 ನಿಮಿಷ. ಅದರಲ್ಲಿ 3 ನಿಮಿಷ ನಮ್ಮ ಆಶಯ ಸಂವಾದ, ಯಾವುದೇ ವಿಷಯ ನಮಗೆ ಸಿಕ್ಕಿದ ಆ ವಿಷಯದಲ್ಲಿ ನಾವು ಆ ವಿಷಯವನ್ನು ಮಂಡನೆ ಮಾಡುತ್ತೇವೆ. ಮತ್ತೆ ನಾವು ಅರ್ಧ ನಿಮಿಷದ ಒಳಗಾಗಿ ನಮ್ಮ ಪ್ರಶ್ನೆಯನ್ನು ನಾವು ಕೇಳ್ತೇವೆ. 1 ನಿಮಿಷದ ಒಳಗಾಗಿ ನಾವು ಅದಕ್ಕೆ ಆನ್ಸರ್ ಮಾಡುತ್ತೇವೆ. ಈ ಉತ್ತರದ ವೇಗತೆ ಮತ್ತು ಉತ್ತರದ ಶೈಲಿ ಹೇಗಿದೆಯೋ ಅದಕ್ಕೆ ನಮ್ಮ ಗ್ರೂಪಿಗೆ ಆನ್ಸರ್ ಲಭಿಸುತ್ತದೆ. ಇದೀಗ ಫಸ್ಟ್ನೇ ಗ್ರೂಪ್ ಎ ಸಮಯ ಆಗಿದೆ. ವಿಷಯ ಮಂಡನೆಗಾಗಿ ಅವರ ಸಂಬಂಧಪಟ್ಟವರನ್ನು ನಾನು ಕರೀತಾ ಇದ್ದೇನೆ. ವಿಷಯ ನಬಿ ದಿನಾಚರಣೆ, ಮೌಲಿದ್ ಮತ್ತು ನಬಿ ದಿನಾಚರಣೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നടത്തിക്കൊണ്ട് പണ്ടിനകത്തെ നബി ദിനാചരണೆ മൗലിദാചರಣೆ ഈ വിഷയത്തിലായിട്ടിക്കട് ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഒന്ന് രണ്ട് വിശേഷമുള്ള ഉദ്ദേശിക്കട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു തആല ഖുർആനിൽ ചൊല്ലത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ദുനിയാവുകു ലോകത്തുക അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റഹ്മത്തായിട്ട് അനുഗ്രഹ ആയിട്ടല്ലാണ്ട് കടത്തിയിട്ടില്ല. അപ്പൊ ലോകത്ത് വലിയ അനുഗ്രഹമായിട്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പോ മനുഷ്യക്ക് അല്ലാഹു തആല തന്നെ അനുഗ്രഹത്തിക്ക് നന്ദി രേഖപ്പെടുത്തത് ശുക്ർ കാണിക്കരുത് മനുഷ്യക്ക് നിർബന്ധമായിട്ട് മനുഷ്യ നിങ്ങ ശുക്ർ ചെയ്യുന്നെങ്കിൽ നിങ്ങ നന്ദി കാട്ടെങ്കിൽ നിങ്ങൾക്ക് നിഅമത്ത് ജാസ്തിയാക്കി തന്നെ അല്ലാഹു തആല ഖുർആനിൽ ചൊല്ലാം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയത്തിൽ ഖുർആന്റെ പിന്നൊരു ആയത്തിലുണ്ട് അള്ളാഹുടെ റസൂൽ നിങ്ങൾക്ക് റഹ്മത്തായിട്ടിക്കട്. അപ്പോൾ ആ റഹ്മത്ത് നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണോ, നിങ്ങൾ അള്ളാഹുക്ക് ശുക്ർ പ്രകടിപ്പിക്കണോ, നന്ദി പ്രകടിപ്പിക്കണോ ചൊല്ലത്. അപ്പൊ മനുഷ്യക്ക് അള്ളാഹു താല തന്നെ ഈ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തിയ റൂപ്പായിട്ടിക്കട് മൗലിദ് ആചരണെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹായിട്ടിക്കട് ചൊല്ലി അതിൽ വേറെ ഏതൊരു വിഷയം ചൊല്ലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മദ്ഹ്, നബി തങ്ങളെ സ്ഥാന, നബി തങ്ങൾക്ക് ആ നിഅമത്തിന്റെ വിഷയമായിട്ടിക്കട് ചെന്നുകൊണ്ട് വേണ്ടത്. അപ്പോ മുഅ്മിനീങ്ങളെ മനുഷ്യ ഈ മൗലിദാചരണ നബി ദിനാചരണ ഏത് ആക്കിടെങ്കും മക്കളെ കാര്യക്രമാവട്ടെ, അതിൽ ഭാഷണാവട്ടെ, പാട്ട് രൂപത്തിലാവട്ടെ, വേറെ രൂപത്തിലാവട്ടെ, ലേഖന രൂപത്തിലാവട്ടെ, ഏത് രൂപത്തിലായെങ്കും ആക്കിയോണ്ട് വേണ്ട കാര്യം
നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹൈറ്റിക്കിട് നബി തങ്ങളെ ആ ഒരു സ്ഥാനത്ത് വിശേഷിച്ച് നോണ്ട് പണ്ടായിട്ട് നബി തങ്ങളെ പ്രകീർത്തനായിട്ടിക്കിട്. അപ്പോൾ ഈ രൂപത്തിൽ പ്രകീർത്തനാക്കിയത് ഇസ്ലാമിൽ അനുവദിച്ചിരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തിൽ വലിയ വലിയ സ്വഹാബിങ്ങ നബി തങ്ങളുടെ വിഷയത്തിൽ മദ്ഹ് ചൊല്ലുമ്പോൾ നബി തങ്ങൾ സ്റ്റേജ് വെച്ച് കൊടുത്തിട്ടുണ്ട്. മദീന പള്ളിയിൽ മിമ്പർ വെച്ച് കൊടുത്ത ചരിത്രമുണ്ട്, ഷോൾ പേപ്പേട്ട ചരിത്രമേ ഉണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു തങ്ങളെ ആദരിച്ചിട്ട് ത്വാലാൽ ബദർ പാടെ ചരിത്രം കല്ല ഗൊന്തുണ്ട്. അപ്പോൾ അണ്ട് ആ രൂപത്തിലായെങ്ക ഇപ്പൊ ആധുനിക കാലമായിട്ടിട്ട് അപ്പൊ ಬೇರೆ ಬೇರೆ ರೂಪದಲ್ಲಿ ಅದು ഒരു ಕಾರ್ಯಕ್ಕೆ ഒരേ ರೂಪ ಉಂಟಿಲ್ಲ. ಕಾಲ ಬದಲಾಯ പോലെ പോലെ ആധുനിക തന്ത്രജ്ഞാനത്തിൽ ആധുനികപരമായിട്ട് ആക്കിക്കൊണ്ട് പോകേണ്ട തത്വമായിട്ടിട്ട് അല്ലാണ്ടൊന്നും ശിർക്കല്ല, എല്ലാം ഇസ്ലാം അനുവദിച്ച കാര്യമായിട്ടിട്ട് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടതായിട്ടിട്ട് ഹബീബ് സമ്മതിച്ചൊരു കാര്യമായിട്ടിട്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ മനുഷ്യരെ ജീവിതത്തിൽ വലിയൊരു സന്തോഷിക്കുന്ന ഒരു കാര്യമായിട്ടിട്ട് മൗലിദ് ആചരണം ചൊല്ലി അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ മൗലിദ് ആചരണത്തിൽ വലിയ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുബ്ബായിട്ടിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു, നബിദിനാഘോഷം നടത്തണം, കാരണം അല്ലാഹു തആല ചെയ്ത അനുഗ്രഹമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു. ഇവിടെയാണ് ഒരു ചോദ്യമുള്ളത്. അതെന്തെന്ന് വെച്ചാൽ, അനുഗ്രഹമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ദിവസം സന്തോഷം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ വിഡ്ഢിത്വമല്ലേ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വഫാത്തായ ദിവസം ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കലല്ലേ വേണ്ടത് എന്നാണ് പ്രധാനമായ ചോദ്യം. ഈ ചോദ്യം ഒരു ചോദ്യം ഞങ്ങൾ മുന്നിൽ കേൾക്കുമ്പോഴത്തേക്കും നക്കക്ക് ചൊല്ലുകില്ല ചെന്നെങ്കിൽ ഇസ്ലാം സന്തോഷത്തെ പ്രകടിപ്പിക്കുക ഞങ്ങൾ പഠിപ്പിക്കുന്നത്. സന്തോഷം ഏകനേക്കും അതിന് സെലിബ്രേഷൻ ആക്കുക ഇസ്ലാം ഞങ്ങൾക്ക് ചെന്തന്നൊരു സന്തോഷം ആക്കുന്നുണ്ട് അല്ലാഹു തആല ഞങ്ങളോട് ചെന്ന് തരുമ്പോഴത്തേക്കും ഒരേ ಮೊದಲು ದುಃಖത്തെ ನೀವು ಪ್ರಕಟ ಹಾಕೋರು, ಅದ್ರ ದುಃಖത്തിൽ നിങ്ങൾ ನಿಕ್ಕೋರುಂಟು ಎವಡಂ പഠിച്ചോണ്ട് ചെന്നിട്ടില്ല, ഇസ്ലാം ചെന്നിട്ടില്ല. ഇതിനെ തെളിയിക്കുക സാധ്യം മിക്കല്ല. സാധാരണ ദുഃഖത്തെ പ്രകടിപ്പിക്കുക ഞങ്ങൾക്ക് പഠിപ്പാട്ടിട്ടില്ല, ഇസ്ലാം പഠിപ്പാട്ടില്ല. സന്തോഷത്തെ പ്രകടിപ്പിക്കുക മാത്രമായിട്ടിക്കര് അങ്ങനെ ആയിട്ടിക്കര് ലോകത്തെ എല്ലാ മുസ്ലിമിങ്ങ റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനനായതിന് മാത്രം ഞങ്ങൾ ചെന്നിട്ട് സന്തോഷിക്കുമ്പോഴത്തേക്കോ ഭരണായ വിഷയത്തിൽ ഞങ്ങൾ അതിൽ ബേജാറാക്കുക ഇല്ല ഇസ്ലാം. ഇതായിട്ടിക്കര് യാഥാർത്ഥ്യത. ഇപ്പോൾ പറഞ്ഞ കാര്യത്തിന് വല്ല ആയത്തോ അതല്ലെങ്കിൽ ഹദീസോ കൊണ്ടുവരാൻ സാധ്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചന്ദ്ര ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും, നന്റെ ഹയാത്തും മൗത്തും നിങ്ങൾക്ക് ഖൈറായിട്ടിക്കട്. അപ്പോൾ ഖുർആനിലുണ്ട് അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ ശുക്ർ ചെയ്യറുണ്ട്. പിന്നെ ഒരു സൂറത്തിലുണ്ട് അപ്പോൾ ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹുവിന്റെ നിഅമത്ത് നിങ്ങൾ ചൊല്ലറുണ്ടുമുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ നബി തങ്ങളുടെ അനുഗ്രഹമായിട്ടിക്കട്ടെ. ആ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ മദ്ഹുആചരണ നബി തങ്ങളുടെ മൗലിദ് ആചരണ ഒരു ഖൈറായ കാര്യമായിട്ടിക്കട്. ദുഃഖം പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞുവല്ലോ. എന്നാൽ ആ ദുഃഖം പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന വ്യക്തമായ ഒരു ഹദീസ് അല്ലെങ്കിൽ വ്യക്തമായ ഒരു ആയത്ത്, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കണമെന്ന വ്യക്തമായ ഒരൊറ്റ ഹദീസ് അതല്ലെങ്കിൽ ആയത്ത് കൊണ്ടുവരാൻ സാധ്യമുണ്ടോ? ഒരു ഹദീസ് വ്യക്തമായ ആയത്ത് അതിലേക്ക് സൂചിപ്പിക്കുന്നതല്ല, വ്യക്തമായ ഒരു ആയത്ത് കൊണ്ടുവരാൻ സാധിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷം ചൊല്ലുമ്പോഴത്തേക്ക് ആ ഒരു രൂപത്തിൽ വ്യക്ത പ്രകടിപ്പിക്കും തീരാ ചെന്നാറ്. അപ്പൊ വ്യക്ത പ്രകടിപ്പിക്കുക നിങ്ങൾ ഖുർആനിൽ വ്യക്തമായ ആയത്തെടുത്ത വരും.
ദുഃഖം പ്രകടിപ്പിക്കാൻ പാടില്ലെന്ന് ഇസ്ലാം പറഞ്ഞു എന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. അതിന് കൊണ്ടുവരേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ പറഞ്ഞതിന് ഞാനല്ല ആയത്ത് കൊണ്ടുവരേണ്ടത്, നിങ്ങൾ പറഞ്ഞതിന് നിങ്ങളല്ലേ തെളിവ് കൊണ്ടുവരേണ്ടത്. ഇസ്ലാമിൽ എല്ലാ കാര്യം പ്രശ്നം കേൾക്കുമ്പോ പ്രശ്നക്ക് ഉത്തരമേ ചൊല്ലോണ്ട് എവിടെയും ഇല്ല. ചിലപ്പോ പ്രശ്നക്ക് പ്രശ്ന മുഖാന്തരം അടിക്കാനായിട്ട് പണ്ട് അപ്പൊ നിങ്ങൾ ദുഃഖിക്കുറച്ച് എനിക്ക് ആയത്തിന് എടുത്ത പോലെ വ്യക്തമായ തെളിവ് ആയത്തമോ ഹദീസുമോ എടുത്താറ്. ഇവിടെ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദാഘോഷം എന്നുള്ളത് പുണ്യകർമ്മമാണ്. എന്നാൽ നിങ്ങളുടെ ഇമാമായ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തന്നെ അവിടുത്തെ ഹാബിൽ ഫതാവയിൽ പറയുന്നതായി കാണാം, അമലുൽ മൗലിദി ബിദ്അത്ത് എന്ന് അവിടുന്ന് വ്യക്തമാക്കി പറയുന്നുണ്ടല്ലോ. മൗലീദ് കഴിക്കൽ അത് ബിദ്അത്താണെന്ന് അവിടുന്ന് ഹാബിൽ ഫതാവിൽ തന്നെ പറഞ്ഞതായി കാണാമല്ലോ. ഹാബിൽ ഫതാവയിൽ 2ാം പേജ് വരച്ചത് 1ാം പേജിൽ തന്നെ പറയുന്നു, അമലുൽ മൗലിദ് ബിദ്അത്തുൻ. നിങ്ങളുടെ നേതാവായ സുയൂത്തി ഇമാം പറഞ്ഞതാണ് അവിടെ അമലുൽ മൗലിദ് ബിദ്അത്ത്. മൗലിദ് നടത്തൽ അത് ബിദ്അത്താണ് എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ പറയുന്നുണ്ട് അത് ഇസ്ലാമികമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആയിട്ടിട്ട്. പക്ഷേ ബിദ്അത്ത് ഏതുണ്ട് ചൊല്ലറു? ബിദ്അത്തിന് ഹസന ഉണ്ട്, ലൊലാല ഉണ്ട്, ಬೇರೆ ಬೇರೆ ഉണ്ട്. ബിദ്അത്ത് കുറെ ടൈപ്പിൽ ഉണ്ട്. അപ്പൊ ബിദ്അത്ത് ചൊല്ലുമ്പോൾ തേ ബിദ്അത്ത് ഉണ്ട്, ബിദ്അത്ത് വ്യക്തമായിട്ടുണ്ട്. ലൊലാലത്തിൽ ബിദ്അത്തിന്റെ കുല്ല ബിദ്അത്തുൽ ലലാലാണ്ട് ചൊന്നതുണ്ടല്ലേ, അപ്പൊ അതെന്തൊക്കെ കുല്ല ബിദ്അത്തുൽ ലലാല? ലൊലാലത്താവില്ല. ബിദ്അത്തിൽ ബിദ്അത്തിന് ഹസനയും ഉണ്ട്. എല്ലാ ബിദ്അത്തും ലൊലാലത്തായിട്ട് വേണ്ടില്ല. ഈ പറഞ്ഞത് ഇത് എന്റെ വാദമല്ല, നിങ്ങൾക്കുള്ള നേതാവ് ഹാബിൽ ഫതാവിൽ പറഞ്ഞത് അമലുൽ മൗലിദ് ബിദ്അത്ത് എന്നാണ്. അത് വിശാലൻ. അങ്ങനെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചൊല്ലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോഴത്തേക്കോ അത് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ സിയാറത്ത് ആക്കുമ്പോൾ സിയാറത്ത് ആക്കിടേ ചൊല്ലുക ഞാൻ വെറുക്കിട. കാരണം സയ്യിദ് നബി സല്ലല്ലാഹു തങ്ങളുടെ ഷറഫാകപ്പെട്ട ഖബർ ചെല്ലത്. അപ്പോ ചില വ്യക്തിങ്ങ ആ രൂപത്തിൽ പാതി കട്ടാക്കിയിട്ട് പിന്നത്തെ വായിക്കലില്ല. അപ്പോ ആ ഷറഫാകപ്പെട്ട വിഷയം ചൊല്ലുമ്പോൾ അത് മാത്രം ഷരീഫ് കൊണ്ട് വിട്ടിട്ടു അതിന് മുതൽ അതേപോലെ നിങ്ങളെ ബിദ്അത്ത് ചൊല്ലുമ്പോഴത്തേക്കു വ്യക്തമായ ബിദ്അത്തിന് ചൊല്ലുക നിങ്ങൾ സാധ്യമുണ്ടോ? ഇതിനിക്കും അതിനിക്കും ഒരു ബന്ധമില്ല. ഞങ്ങൾ ചോദിച്ച ചോദ്യം എന്താണ്? നിങ്ങൾക്കുള്ള ഹാബി അൽ ഫതാവിൽ നിങ്ങൾക്കുള്ള നേതാവ് അങ്ങനെ പറഞ്ഞിട്ട് അമലുൽ ബിദ്അത്ത് ബിദ്അത്ത് എന്ന് നിങ്ങൾക്കുള്ള നേതാവ് പറഞ്ഞത്, അതിന്റെ ഉദ്ദേശം എന്താണ്? പ്രകടിപ്പിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളോട് മറു ചോദ്യം ചോദിക്കുന്നത് അത് ഒരിക്കലും അത് ശരിയല്ല. അപ്പോൾ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് സമൂഹത്തോട് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അത് നിങ്ങളുടെ ബാധ്യതയാണ്. അതാണ് ഇവിടെ വേണ്ടത്. അവിടെ സുയൂത്തി ഇമാം ചെന്നിട്ട് അമലുൽ മൗലിദി ബിദ്അത്തിൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കോ ബിദ്അത്തിന് ചെന്നതിന്റെ ഉദ്ദേശ അത് നൂതനവാദിക ഈ സുന്നികളെ മേൽ കെട്ടി തന്നിട്ടുള്ള ബിദ്അത്തല്ല. യഥാർത്ഥത്തിൽ ബിദ്അത്ത് ചെന്നെങ്കിൽ അത് പിന്നെ നൂതനമായിട്ട് നടവലിക്ക് കൊണ്ടു വന്ന ഒരു വിഷയത് കൊണ്ടിട്ടു ആ നിലക്കായിട്ട് അവിടെ ബിദ്അത്തിന് ചെന്നരെ മൗലിദിന്റെ ബിദ്അത്തിന് ചെന്നരല്ല. നേരായിട്ട് സുയൂത്തി ഇമാം ചെല്ലുമ്പോഴത്തേക്കും അതൊരു വിശദീകരണത്തിൽ ನಾವು സാധാരണ കാണാം. അവിടെ എന്തിനെ ചെന്നെങ്കിൽ മുന്നಲು സാധാരണ ഇല്ലಂತ പിന്നെ ಅದಕ್ಕೆ ಯಾರ ಸುನ್ನಿಂಗ ಅದಕ್ಕೆ ಒತ್ತು ಕೊಡ್ತಿಟ್ಟು ಅದರ ಬೆಳವಣಿಗೆ ಹಾಕಿಕೊಂಡು പോകുമ്പോഴത്തേക്കും അത് നൂതനമായിട്ട് വന്നത് ചെന്നെങ്കിൽ അവിടെ ಇದಕ್ಕೆ ഈ പ്രശ്ന കേട്ട ആള് നണ്ട പ്രകാരം അങ്ങ് മനസ്സിലാക്കണം എന്തിനെ ചെന്നെങ്കിൽ ഇത് നൂതനവാദിയുടെ നേതാവ് ബാലുശ്ശേരി ചെന്ന ഉള്ള പോലത്തെ നൂതനവാദ അല്ല ಅಂತ ಮಾತ್ರ ನೆನಪಾಕಿಮೆ. ഇപ്പോൾ വന്ന സുന്നികളാണ് ഇതിനെ ആചരിച്ചത് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ മുമ്പ് മൗലീദ് ഉണ്ടായില്ല, ഇപ്പോൾ മൗലീദ് പാടിയോ? ഇപ്പോഴാണോ മൗലീദ് തുടങ്ങിയത് എന്നതാണോ നിങ്ങൾ പറഞ്ഞതിന്റെ മർമ്മം? എങ്ങനെ മൗലിദ് ആചരണ ഇപ്പോ? ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ പെട്ട ആൾക്കാർ തന്നെ പറഞ്ഞത് ഇപ്പോൾ സുന്നികൾ കൊണ്ടുവന്നതാണ്. ഇതിന്റെ അർത്ഥം മുമ്പുണ്ടായില്ല എന്നതാണോ എന്ന് നിങ്ങൾ സുന്നി എന്ന് പറയുന്ന കാര്യം ഇക്കാലത്തിൽ അറിയപ്പെട്ടതാണെങ്കിലും അന്ന് കാലത്തിൽ ഇന്നത്തെ പോലത്തെ സംഘടനകളില്ല. ഈ നിലക്കുള്ള ചുറ്റുപാടുകൾ ഉണ്ടായ കാലമല്ല. അന്ന് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് യഥാർത്ഥ രൂപത്തിൽ ഉണ്ടെങ്കിലും ഇന്ന് പോലെ ബിദഅ കക്ഷികളോ മറ്റേതെങ്കിലും പ്രസ്ഥാന
പ്രസ്ഥാനങ്ങൾ വന്ന് സുന്നത്ത് ജമാഅത്തിനെ തകർക്കുന്ന ഒരു കക്ഷികൾ ഉണ്ടായിരുന്നില്ല. ആ സമയത്തിൽ സുന്നി എന്നറിയപ്പെടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് വിജയ കക്ഷികൾ ഇങ്ങനെ വരുമ്പോൾ അഹ്ലുസുന്നത്തിന്റെ വക്താക്കളെ, അഹ്ലുസുന്നത്തിന്റെ പ്രവർത്തകന്മാരെ സുന്നികൾ എന്നറിയപ്പെടൽ മാത്രമാണ്. അല്ലാതെ മൗലീദ് ഇക്കാലത്ത് മാത്രം ഉണ്ടായതല്ല. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ഉണ്ട്. പക്ഷേ മൗഖൂസ് മൗലിദ് എന്ന കിതാബ് ഇക്കാലത്ത് വന്നതാണെങ്കിലും അത് കിതാബ് ക്രോഡീകരണ രൂപം എന്നല്ലാതെ മൗലിദാചരണ പണ്ടേ ഉള്ള കാര്യമാണോ? മുമ്പ് അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. എന്നാൽ നബി തങ്ങളുടെ സദസ്സിൽ എത്ര മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു, ഓരൊക്കെ ഈ വകുപ്പിൽ പെടൂലേ? എന്നാൽ എന്റെ അടുത്ത ചോദ്യം, നിങ്ങൾ അതെനിക്ക് മറുപടി പറഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, സ്വഹാബത്ത് അവിടെ നിന്ന് മൗലൂദ് കഴിച്ചതായിട്ട് വല്ല തെരിവും നിങ്ങൾക്ക് സ്ഥിരപ്പെടുത്താൻ കഴിയുമോ? മൗലീദ് കഴിക്കണമെങ്കിൽ ഏതോ ഒരു പള്ളിയിലോ അല്ല മദ്രസത്തിലോ ദീനീ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വീടിലോ സ്വന്തം ഒരു ഒരുക്കം ഒരുക്കിയിട്ട് ആകണമെന്നില്ല. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മത് ആണ്. പക്ഷെ നിങ്ങൾ ആദ്യം മത് പഠിക്കണം. മൗലീദിൽ നടക്കുന്ന കാര്യം എന്താണ്, മൗലീദിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്, അക്കാര്യങ്ങളൊന്ന് മാത്രമേ മനസ്സിലാക്കിയതിനു ശേഷമേ ചോദ്യം ചോദിക്കാവൂ. കാരണം മൗലീദിൽ അവിടെ നിന്ന് പറയുന്നത് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മത് ആണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്താണ്, സലാമുകളാണ്. അതൊക്കെ നബി തങ്ങളുടെ കാലത്തിൽ ഞങ്ങൾക്ക് വേണ്ടി അത് നബി തങ്ങളൊക്കെ സമ്മതിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിൽ തന്നെ ഒരു സ്വഹാബിക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ മിമ്പർ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. നബി തങ്ങൾ അവിടെ നിന്ന് ആദരിച്ചിട്ടുമുണ്ട് എന്നുള്ളത് യഥാർത്ഥ്യമാണ്. മവാഹിൽ ജലിയിൽ കാണാം, മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്ന് മവാഹിൽ ജലി എന്ന കിതാബിൽ കാണാം. അപ്പോൾ മുമ്പ് ചെയ്തില്ലായിരുന്നോ എന്നാണ് ചോദ്യം. മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. മൗലീദ് കഴിക്കൽ എന്നുള്ളത് മങ്കൂസ് മൗലിദിന്റെ കിതാബ് എന്ന കാലമാണ്. അല്ലാതെ മൗലീദ് കഴിക്കൽ എന്നുള്ളത് മുമ്പ് പതിവില്ലാത്തെന്ന് പറഞ്ഞാൽ ഈ കോലത്തിൽ ഇപ്പോഴുള്ള കിതാബിന്റെ കോലത്തിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിന് മുമ്പുള്ള കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിൽ തന്നെ നബി തങ്ങളൊക്കെ സ്വീകരിച്ചൊക്കെ കാണാം. അതേ ബൈത്തിന്റെ ശേഷം വരുന്ന ബൈത്തിൽ സാധാരണ ഉണ്ട്, അതിന് മറുപടി ഒക്കെയുണ്ട്. ആ ബൈത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. വ്യക്തം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞതും അതിന് ശേഷം ഇസ്തിസ്നാ ചെയ്ത് ഞങ്ങൾക്ക് കാണാം. പക്ഷെ അതേ ബൈത്തിന് പിന്നീട് ആ ബൈത്തിന് മറുപടി വരാനുണ്ട്. എന്നാൽ ആ ബൈത്ത് പാടി മറുപടി വരാൻ കഴിയുമോ? അതായത് അതിന് ശേഷം ബൈത്ത് വരുമെന്ന് പറഞ്ഞുമല്ലോ. എന്നാൽ ആ ബൈത്തിന്റെ ശേഷമുള്ളതിന് പാടി ഒന്ന് ആളുകളെ മനസ്സിലാക്കി കൊടുക്കാൻ പാടണമെന്നല്ല. പക്ഷെ നിങ്ങളാണ് പകുതി കട്ടിയിട്ട് പറഞ്ഞത്. പക്ഷെ കട്ടതിന്റെ വാക്കാക്കി കിതാബിലുള്ള കിതാബ് ഒന്ന് കാണിക്കുക. സദർ മജീദ് ഒന്ന് പാടിയിട്ടുണ്ടല്ലോ, മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തത്, അത് ഹിജ്റ 300 ശേഷം വന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു അതിന്റെ ശേഷം മറുപടി ഉണ്ട് എന്ന്. ഓക്കെ, സമ്മതിക്കുന്നു. എന്നാൽ നിങ്ങൾ ആ ബൈത്തൊന്ന് പാടി അതിന് തെളിയിക്കാൻ കഴിയുമോ? അല്ല, ഇപ്പൊ നിങ്ങളാണ് പാടി, നിങ്ങൾ തന്നെ അതിന് മറുപടി പറയും. അതേ അതിന്റെ ശേഷമുണ്ട്. നിങ്ങൾ തന്നെ ആ പകുതി കട്ടതിന്റെ പേരിൽ ശേഷം പറഞ്ഞാൽ ഇതൊരു നല്ല തമാശയല്ലേ? ചോദ്യം ചോദിച്ച ആൾ തന്നെ മറുപടി പറയുക എങ്ങനെ? ആ ബൈത്തിൽ എന്തൊരു ഉല്ലേച്ചെങ്കിൽ ഹിജ്റ 300 പിന്നെ ಬಂದದಂತೆ ചെല്ലുമ്പോഴത്തേക്കും അതേ ബൈത്തിൽ ಕಂಟಿನ್ಯೂಯೇಷನ್ ಬಂದು ಎಂದ್ರೆ ಚೆಂದೆಂಗ್ ಅದು അവിടെ ರಾಜಾವು ಗ್ರ್ಯಾಂಡ್ ಆയിട്ട് ಮೌಲೂದ್ ಆಚರಣೆ ಆಗಿದೆ ഹിജ്റ 300 പിന്നെ ಅದಕ್ಕೆ ಮುನ್ನಲು ಮೌಲೂದ್ ಇಂತು അതിരെ ബൈത്ത് പാടാമാട്ട് കേട്ടുണ്ടല്ലേ? ബൈത്ത് ഞങ്ങ പാടുന്നുണ്ടില്ല, പാദ്യം ಹೋಗಿ 300 പാടി ഒന്ന് പോകുമ്പോ ಅದಕ್ಕೆ ಬೇನಾയದೆಲ್ಲ കിട്ടും. നെക്സ്റ്റ് ಆನ್ಸರ್ ಆನ್ಸರ್ ಹಾಕೋದು ಏನು ಇನ್ನು ಆನ್ಸರ್ ಹಾಕೋದು ಅಲ್ಲ ಟೈಮಿಂದ ಆನ್ಸರ್ ಹಾಕೋದು ಆಯ್ತಾ? ಆನ್ಸರ್ ಆನ್ಸರ್ ಹಾಕೋದಿಲ್ಲ ಟೋಟಲ್ ಆನ್ಸರ್ ಹಾಕೋದು. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദാചരണ നൂതന ആശയമല്ല, പുതിയ ആധുനിക കാലത്തിൽ എടുത്തു വന്ന വിഷയമല്ല, പണ്ടേ ഉള്ളതായിട്ട്. പക്ഷെ ഇക്കാലത്താക്കട രൂപത്തില് ഇക്കാലത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തന രൂപത്തിൽ പണ്ടുണ്ടായിട്ടില്ല. പക്ഷെ ഇണ്ട് ചില മനുഷ്യന്മാർക്ക് ചില കാര്യമായിട്ട് മീലാദു നബി ആചരണാക്കുമ്പോഴത്തേക്കോ മൗലീദ് പരിപാടിയാക്കുമ്പോഴത്തേക്കോ ഏതെങ്കിലും പുതിയ ചില തപ്പു കാര്യങ്ങൾ വന്നു പോണ്ടു. അങ്ങനത്തെ കാര്യം വരുമ്പോ അതുണ്ടാ ഇതുണ്ടാ കേട്ടിട്ട് നടക്കുന്നത്. പക്ഷേ അത് ബുദ്ധിയില്ലാത്ത കാര്യമായിട്ട്. കാരണം
ഒരാള് എന്തെങ്കിലും ഒരു നല്ല കാര്യമാക്കുമ്പോൾ ഒരു തപ്പ് വന്നെങ്കിൽ ആ തപ്പുടെ അവിടെ ശരിപ്പെടുത്തിയോണ്ടു ശരിയാക്കിയോണ്ട് പോകേണ്ട അല്ലാണ്ട് പക്ഷെ നല്ല കാര്യത്തെ ഇല്ലാണ്ടാക്കണോ, നല്ല കാര്യം നഷ്ടപ്പെടുത്താനുണ്ടോ യൗഡും നമുക്ക് ഇസ്ലാം പഠിപ്പാടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നടത്തിയ മൗലിദ് മജ്ലിസ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹായിട്ടിക്കിട്ട് അവിടെ പ്രകീർത്തനമായിട്ടിക്കിട്ട് അത് സന്തോഷിക്കുകയും മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ പ്രത്യേകവർത്തക നിർബന്ധമായിട്ടിക്കിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് ചൊല്ലുക എത്രമാ പഠിപ്പാട് ഹദീസ് ഉണ്ട്. നിങ്ങൾ നന്റെ മേലെ ജീവനത്തെ ഒരു നാലിലെ ഇടീ ഭാഗമേ ചെന്നെങ്കിൽ മയ്യ വല ചെന്നിട്ട് അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നിട്ട് ഒരാൾ നന്റെ മേലെ ഒരു സ്വലാത്ത് ചെന്നെങ്കിൽ അവർക്ക് അല്ലാഹു തആല 10 സ്വലാത്ത് ചെല്ല. പക്ഷെ ഞങ്ങളെ സ്വലാത്ത് അല്ലാഹുടെ സ്വലാത്ത് പോലെ അല്ല. അപ്പൊ ഞങ്ങൾ വേറെ വേറെ രൂപത്തിൽ അപ്പൊ മൗലീദ് ആചരണം ഹബീബ നബി തങ്ങളെ സ്വലാത്ത് ആയിട്ടിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മധു ആയിട്ടിട്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തനാക്കരുത്. അത് നബി സല്ലല്ലാഹു തങ്ങളെ കാലത്തിൽ എന്ത് നെക്സ്റ്റ് പന്റെ കാലത്തിലും എന്ത് ഇണ്ടുമുണ്ടു ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാളോളം ഉണ്ടാവും. എങ്ങനത്തെ ബിദായി കക്ഷി എത്ര തുല്യെങ്കിൽ 8 തുള്ളിയാൽ ചട്ടിൻ്റെ ഉള്ളിൽ ചെന്ന പോലെ അതിരെ കാല അത്തരമേ അല്ലാണ്ട് അതിൽ പിന്നെ ഒന്നും നടത്തുക ഒരാളെ കൊണ്ട് സാധ്യമല്ല. നെക്സ്റ്റ് ബി ವಿಷಯ ಕುತುಬದ ಭಾಷೆ. ಇದೀಗ ಟೀಮ್ ವ್ಯವಸ್ಥಾಪಕರ ಗಮನಕ್ಕೆ ಸ್ಪರ್ಧಾರ್ಥಿಗಳಿಗೆ ಊಟದ ವ್ಯವಸ್ಥೆ, ನಮಾಜಿನ ವ್ಯವಸ್ಥೆ, ಎಲ್ಲ ವ್ಯವಸ್ಥೆಯನ್ನು ತಾವು ಅದಕ್ಕೆ ಸೌಕರ್ಯವನ್ನು ಮಾಡಿಕೊಡಿ ಎಂದು ಸಾಂದರ್ಭಿಕವಾಗಿ ಹೇಳ್ತಾ ಇದ್ದೇನೆ. ಜೊತೆಗೆ ಸಬ್ ಜೂನಿಯರ್ ವಿಭಾಗದ ಕ್ವಿಜ್ ಸ್ಪರ್ಧೆ ವೇದಿಕೆ 4ರಲ್ಲಿ ನಡೆಯಲಿದೆ. ಚೆಸ್ ನಂಬರ್ 113, 116 ಇನ್ನೂ ಕೂಡ ತಲುಪಿಲ್ಲ, ಆದಷ್ಟು ಬೇಗ ತಲುಪಿ. ಸಬ್ ಜೂನಿಯರ್ ವಿಭಾಗದ ಕ್ವಿಜ್ ಸ್ಪರ್ಧೆ ಈ ಒಂದು ಸ್ಪರ್ಧೆಯ ಫಲಿತಾಂಶ ಜೂನಿಯರ್ ವಿಭಾಗದ ಬ್ಯಾರಿ ಭಾಷಣ ಫಸ್ಟ್ ಪ್ರೈಸ್ ಕೋಡ್ ಲೆಟರ್ 257 ಮೊಹಮ್ಮದ್ ಅನ್ವರ್ ವೇಣೂರ್ 10 ಪಾಯಿಂಟ್. ಸೆಕೆಂಡ್ ಪ್ರೈಸ್ 229 ದಾನಿಶ್ ಖಾದರ್ ಜಿ ಕೆರೆ 5 ಪಾಯಿಂಟ್. ಥರ್ಡ್ ಪ್ರೈಸ್ 205 ಹಾರಿಸ್ ಬೆಳ್ತಂಗಡಿ 3 ಪಾಯಿಂಟ್. ಕವನ ವಾಚನ ಸೀನಿಯರ್ ವಿಭಾಗದ ಫಸ್ಟ್ ಪ್ರೈಸ್ 301 ಹಿದಾಯತುಲ್ಲಾ ಬೆಳ್ತಂಗಡಿ 10 ಪಾಯಿಂಟ್. ಸೆಕೆಂಡ್ ಪ್ರೈಸ್ 343 ಫಾರೂಕ್ ವೇಣೂರ್ 5 ಪಾಯಿಂಟ್. ಥರ್ಡ್ ಪ್ರೈಸ್ ಸಲೀಂ ಜಿ ಕೆರೆ 3 ಪಾಯಿಂಟ್. ಅನದರ್ ಶಬೀರ್ ಮಡಂತ್ಯಾರ್ 3 ಪಾಯಿಂಟ್. ಉರ್ದು ಭಾಷಣ ಜೂನಿಯರ್ ವಿಭಾಗದ ಉರ್ದು ಭಾಷಣ ಸ್ಪರ್ಧೆಯಲ್ಲಿ ಫಸ್ಟ್ ಪ್ರೈಸ್ 230 ಉನೈಸ್ ಜಿ ಕೆರೆ 10 ಪಾಯಿಂಟ್. ಸೆಕೆಂಡ್ ಪ್ರೈಸ್ 216 ಮೊಹಮ್ಮದ್ ದಾನಿಶ್ ಉಜಿರೆ 5 ಪಾಯಿಂಟ್. ಥರ್ಡ್ ಪ್ರೈಸ್ 260 ಆಸಿಫ್ ವೇಣೂರ್ 3 ಪಾಯಿಂಟ್. ಕ್ಯಾಂಪಸ್ ವಿಭಾಗದ ಸೀನಿಯರ್ ಕನ್ನಡ ಪ್ರಬಂಧ ಸ್ಪರ್ಧೆಯಲ್ಲಿ ಫಸ್ಟ್ ಪ್ರೈಸ್ 503 ಮೊಹಮ್ಮದ್ ಆಸಿಫ್ ಗುರುದೇವ್ ಕಾಲೇಜ್ 10 ಪಾಯಿಂಟ್. ಸೆಕೆಂಡ್ ಪ್ರೈಸ್ 505 ಆಸಿರ್ ಪ್ರಸನ್ನ ಕಾಲೇಜ್ 5 ಪಾಯಿಂಟ್. Judges please note. Now chess number code number D ವಿಷಯ ಕುತುಬದ ಭಾಷೆ. ಇದೀಗ ಕುತುಬದ ಭಾಷೆ ಎಂಬುದರ ಬಗ್ಗೆ ಡಿ ವಿಷಯ ಮಂಡಿಸಲಿದೆ. ಮತ್ತೆ ಪ್ರಶ್ನೋತ್ತರ ಪ್ರಶ್ನೆಗಳನ್ನು ಬಿ ಮತ್ತು ಕೋಡ್ ಲೆಟರ್ ಪ್ರದರ್ಶಿಸಿ. ಕೋಡ್ ಲೆಟರ್ ಎ ಮತ್ತು ಬಿ ಅವರ ಪ್ರಶ್ನೆಗಳನ್ನು ಅವರು ಕೇಳಲಿಕ್ಕಿದ್ದಾರೆ. ಮನ್ಸರ್ ತಂಗಲ್ ವೇದಿಕೆಗೆ ಬರುತ್ತಾ ಇದ್ದಾರೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹು ವಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಕರ್ನಾಟಕ ಸ್ಟೇಟ್ ಸ್ಟೂಡೆಂಟ್ ಫೆಡರೇಷನ್ ಪ್ರತಿಭೋತ್ಸವ ಸಮಿತಿಯ ಚೇರ್ಮನ್ ಮನ್ಸೂರ್ ಸಕಾಫತುಲ್ ಇಸ್ಲಾಮಿಯ ಇದರ ನೇತಾರರು ಆಗಿರುವ ಚೇರ್ಮನ್ ಆಗಿರುವ ಸೈಯದ್ ಸಿಟಿಎಂ ಉಮರ್ ಸಕಾಫ್ ತಂಗಲ್ ಮನ್ಸೂರ್ ಅವರು ನಮ್ಮ ವೇದಿಕೆಗೆ ಆಗಮಿಸಿದ್ದಾರೆ. ಜೊತೆಗೆ ಅಬ್ದುಲ್ ಸಲಾಂ ತಂಗಲ್ ಪುಂಜಾಲಗಟ್ಟೆ ಇವರು ಸಂಘಟನಾ ನೇತಾರ ಅಬ್ದುಲ್ ಸಲಾಂ ತಂಗಲ್ ಪುಂಜಾಲಗಟ್ಟೆ ಇವರು ಕೂಡ ವೇದಿಕೆಗೆ ಆಗಮಿಸಿದ್ದಾರೆ. ಅವರಿಗೆ ಹೃತ್ಪೂರ್ವಕ ಸ್ವಾಗತವನ್ನು ಬಯಸ್ತಾ ಇದ್ದೇವೆ. ಅದೇ ರೀತಿ ಜನರಲ್ ವಿಭಾಗದ ಅನುವಾದ ಕನ್ನಡ ಟು ಇಂಗ್ಲಿಷ್ ಚೆಸ್ ನಂಬರ್ 420, 428, 440, 402 ಸ್ಟೇಜ್ 4ರಲ್ಲಿ ನಡೆಯಲಿದೆ. ಜನರಲ್ ವಿಭಾಗದ ಕನ್ನಡ ಟು ಇಂಗ್ಲಿಷ್ ಆದಷ್ಟು ಬೇಗ ತಲುಪಿ ಸಹಕರಿಸಿ.
ಜೂನಿಯರ್ ವಿಭಾಗದ ಸಂಘಹಾಡು ಸ್ಪರ್ಧೆ ವೇದಿಕೆ 2ರಲ್ಲಿ ನಡೆಯಲಿದೆ. ಚೆಸ್ ನಂಬರ್ 264, 250, 234, 219, 209 ಜೂನಿಯರ್ ವಿಭಾಗದ ಸಂಘಹಾಡು ಸ್ಟೇಜ್ 2ರಲ್ಲಿ. ಇದು ಕೊನೆಯ ಕರೆ, ಇನ್ನು ಇಲ್ಲಿ ವೇದಿಕೆಯಲ್ಲಿ ಅನೌನ್ಸ್ ಮಾಡಲಿಕ್ಕೆ ಆಗುದಿಲ್ಲ. 264, 250, 234, 219, 209 ಆದಷ್ಟು ಬೇಗ ವೇದಿಕೆ 2ಕ್ಕೆ ತಲುಪಿ ಸಹಕರಿಸಿ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ತಆಲಾ ವಬರಕಾತು. ಬಿಸ್ಮಿಲ್ಲಾ ವಲ್ಹಮ್ದುಲಿಲ್ಲಾ ವಸ್ಸಲಾತು ವಸ್ಸಲಾಮು ಅಲಾ ಅಶ್ರಫಿಲ್ ಮುರ್ಸಲೀನ್ ವ ಅಲಾ ಆಲಿಹಿ ಅಲ್ ಫಾಯಿಝೀನ ಬಿರಿದಲ್ಲಾಹ್. ಅಮ್ಮಾ ಬಅದ್. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഏറ്റവും ആദരവും ബഹുമാനം നിറഞ്ഞ സയ്യിദന്മാരെ, നേതാക്കളെ, പ്രവർത്തകരെ, ഇവിടെ തിരഞ്ഞെടുക്ക മാറ്റ് വിഷയം ഖുതുബയുടെ ഭാഷ എന്നതിനെക്കുറിച്ച് 1-2 വാക്കുകൾ പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഹദീസിൽ കാണാം, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. അതിൽ നിങ്ങൾ ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ വിഷയം ഖുതുബയുടെ ഭാഷ. ഖുതുബയിൽ ജുമാ എന്ന് പറയുമ്പോൾ നിസ്കാരവും അതിൽ പെടുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബ നടത്തിയിരുന്നത് അറബി ഭാഷയിലാണ്. നാമൊക്കെ ഹദീസുകളിലും ആയത്തുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറബി ഭാഷയിൽ പ്രസംഗിച്ചതാണ്, അറബി ഭാഷയിൽ ഖുതുബ നടത്തിയതാണ്. നമുക്ക് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുതൽ സ്വഹാബത്തും താബികളും എല്ലാവരും ആരെയും അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നടത്തിയത് എവിടെയും കാണാൻ സാധിക്കുന്നില്ല. ഇപ്പുറത്തിലേക്ക് വന്ന ചില അഹ്ലുകാർ, ചില ആൾക്കാരൊക്കെ ഖുതുബ നടത്തി എന്നുള്ളത് അനറബി ഭാഷയിൽ ഖുതുബ നടത്തിയപ്പോൾ അതിനെ സ്വീകരിക്കാൻ ഇവിടുത്തെ സമുദായികളെ കിട്ടുകയില്ല. കാരണം എന്തേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുതൽ ഇന്നേ വരെ ദീൻ വന്നത് താബിയായിട്ടാണ്. ആ താബികളെ പിന്തുടർന്നിട്ടാണ് ഇവിടെ ദീൻ നടക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹുദാ ويتبع غير سبيل المؤمنين نوله ما تولوا ونصله جهنم وساءت مصيرا എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു. നിങ്ങൾ മുഅ്മിനീങ്ങൾ കൊണ്ടുവന്ന താബീങ്ങളെ അല്ലാതെ, മുഅ്മിനീങ്ങൾ കൊണ്ടുവന്ന സമുദായത്തിനെ അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് തുടർന്നു വന്ന സ്വഹാബികൾ വന്ന വഴിയെ നിങ്ങൾ പിൻപറ്റില്ല എങ്കിൽ, മുഅ്മിനീങ്ങളെ നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നുവെങ്കിൽ നിങ്ങളുടെ മഖാദ് അത് നരകമാണെന്ന് ഉറപ്പിച്ചോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിക്കുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരമ്പര്യം ഇവിടെ നിലകൊള്ളണം. ഖിയാമത്ത് നാൾ വരെ ഇവിടേക്ക് വന്ന എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരമ്പര്യത്തിൽ ജീവിക്കണം എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ പ്രഖ്യാപിക്കുന്നു. നമുക്ക് കാണാം ശറഉൽ മുഅദ്ദിബ് നബവി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശറഉൽ മുഅദ്ദിബിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വകാന യഖ്തുബു ബിൽ അറബിയ്യ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഖുതുബ അറബി ഭാഷയിൽ നടത്തിയിരുന്നു എന്നാണ്. നിങ്ങൾ അറബി അല്ലാത്ത ഭാഷയിൽ ഇപ്പോൾ വന്ന തുർക്കിയിലെ മട്ടഞ്ചേരി എന്ന പള്ളിയിൽ കമാൽ പാഷ എന്ന ആള് തുർക്കി ഭാഷയിലേക്ക് ഖുതുബ പരിഭാഷപ്പെടുത്തിയതായി നമുക്ക് കാണാം. അതിനൊക്കെ നാം സ്വീകരിക്കാൻ നമുക്ക് തയ്യാറില്ല. കാരണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പര അല്ല. അത് കഴിഞ്ഞ കാലങ്ങളിൽ ഇന്നലകളിൽ വന്ന തീരുമാനമാണ്. അതിനൊക്കെ സ്വീകരിക്കാൻ ഇവിടുത്തെ ഉമ്മത്തിന് കിട്ടുകയില്ല എന്ന് മാത്രം പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നത് ഞാൻ നിസ്കരിച്ച പോലെ ഞാൻ എന്റെ കണ്ടതുപോലെ നിങ്ങൾ നിസ്കരിക്കുക എന്നാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ അറബി ഭാഷയിൽ ഖുത്ബ ഓതിയെന്ന ഒരു ഹദീസ് ഉണ്ടോ? നമുക്ക് ഖുതുബ നടത്തുന്നത് നാം ജുമയിലുമാണ്. ആ ജുമയിൽ പറയുമ്പോൾ നിസ്കാരവും അതിൽ പെടുകയാണ്. ഇബാദത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഇതിൽ നമുക്ക് ജുമാ നിസ്കാരത്തിൽ ഖുതുബയും പെടുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ ഓതിയത് അറബിയിലാണ് എന്ന് നവഇമാം അവിടുത്തെ ശറഹുൽ മുഅദ്ദിബ് എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നു. വകാന യഖ്തുബു ബിൽ അറബിയ്യ എന്ന വ്യക്തമായ തെളിവ് നവഇമാം റളിയല്ലാഹു അൻഹു നമുക്ക് കാണിച്ചു തരുന്നു. അതിനെ മുഖേനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരമ്പര്യമായി വന്ന ദീനനെയാണ് നാം സ്വീകരിക്കേണ്ടത്. വ്യക്തമായ ഹദീസ് ഉണ്ടോ അറബിയിലാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന് പറഞ്ഞത് ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യുക എന്നാണ്. അതിലൂടെയാണ് മനസ്സിലാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബിയിലാണ് ഖുതുബ ഓതിയത്. അതുകൊണ്ട് ആ അറബിയിൽ തന്നെ നാം ഓതേണ്ടതാണ്. നിസ്കരിക്കുന്ന അർത്ഥമല്ല. ആ നിസ്കരിക്കേണ്ട അർത്ഥം വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമാ നിസ്കരിച്ചത് അറബി ഭാഷയിൽ ഖുതുബ ഓതിയിട്ടാണ്. അല്ല, അത് വ്യക്തമായ തെളിവുണ്ടോ ചോദിച്ചത്? അതെ, ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹുൽ മുഅദ്ദിബ് ഉദ്ധരിക്കുന്നത് വകാന യഖ്തുബു ബിൽ അറബിയ്യ എന്നാണ്. അത് ഇമാമിങ്ങളാണ് രേഖപ്പെടുത്തിയത്. പക്ഷേ നബി സല്ലല്ലാഹു തങ്ങൾ അങ്ങനെ ഓതിയത് എന്ന ഹദീസ് ഉണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതെ സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന ഹദീസിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെ നാം ചെയ്യേണ്ടതാണ്. കോഡ് ലെറ്റർ ബി. ഖുർആനികമായ വല്ല തെളിവുമുണ്ടോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറബി ഭാഷയിൽ ഖുതുബ ഓതിയതിന്റെ? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരമ്പര്യത്തെ നിങ്ങൾ സ്വീകരിക്കുക. എന്നാൽ നിങ്ങളുടെ ആശയം, നിങ്ങളുടെ വഴി അത് മുസ്ലിമീങ്ങളെ തെറ്റിക്കൊണ്ടാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താബി അല്ല എങ്കിൽ നിങ്ങളുടെ മഖാദ് നിങ്ങൾ നരകത്തിൽ ഉറപ്പിക്കുക എന്നാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ വ്യക്തമായി തെളിയിക്കുന്നത്. പണ്ടത്തെ കാലഘട്ടത്തിൽ അറബികൾ അറബി സംസാരിക്കുന്നത് കൊണ്ടായിരിക്കാം അന്ന് അറബിയിൽ ഖുതുബ പാരായണം ചെയ്തത്. ഇന്ന് പല നാട്ടിലെത്തുമ്പോഴും പല വിധത്തിലാണ് പല ആൾക്കാരുടെ സംസ്കാരങ്ങൾ മാറിയതുപോലെ തന്നെ അവന്റെ ഭാഷയും മാറുന്നു എന്ന് കൂടി മനസ്സിലാക്കണം. അല്ലെങ്കിൽ മുസ്ലിയാരെ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഹജ്ജാജികൾ ഹജ്ജിയിലേക്ക് പോകുന്ന 30 ലക്ഷം ആൾക്കാർ എല്ലാവരും അറബിയായിട്ടാണോ പോകുന്നത്? അല്ലെങ്കിൽ മക്കയുടെ ഖതീബ് ഇന്ന് എത്ര ഭാഷയിലാണ് ഖുതുബ നടത്തേണ്ടത്? അവിടുത്തെ പ്രാദേശിക ഭാഷ എന്നാണ് കൂടി മനസ്സിലാക്കണം. അവിടെ അറബികളാണല്ലോ ഉള്ളത്. അറബികളുടെ നാട്ടിൽ പോയാൽ നമ്മൾ ഇവിടുത്തെ ഭാഷ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുമോ? അവരുടെ നാട്ടിൽ അവരല്ലേ അവരുടെ ആചാരം നടത്തേണ്ടത്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം നമുക്ക് സാധാരണക്കാർക്ക് അറബി അല്ലാത്ത ഭാഷ മനസ്സിലാകുന്നില്ല എന്നല്ലേ? അപ്പോൾ അവിടുത്തെ ഇമാമ് ഏത് ഭാഷയിലാണ് ഖുതുബ ഓതേണ്ടത് എല്ലാവർക്കും മനസ്സിലാകേണ്ടതല്ലേ നിങ്ങൾ ഇവിടെ ആവശ്യപ്പെടുന്നത്? നിങ്ങളുടെ ഉദ്ദേശം അതല്ലേ? പറയാൻ ഉദ്ദേശിച്ചത് അതല്ല മൗലവി. ഞാൻ ഉസ്താദെ മനസ്സിലാക്കണം, അവിടുത്തെ നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാർക്ക് അവരുടെ ഭാഷയാണ് അവർക്ക് വലുത്. അവർ അതുകൊണ്ട് അവരുടെ ഭാഷകളാണ് സംസാരിക്കുന്നത്. നാം പറയുന്നത് അവിടുത്തെ പ്രാദേശികമായ അറബിയിലാണെങ്കിൽ അവിടുത്തെ മുമ്പത്തെ കാലഘട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അവിടെ അറബി നടത്തിയിരുന്നു. കാരണം അറബികളായിരുന്നു അവിടെ കൂടുതലും, അവർ അറബികൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇന്നത്തെ കാലഘട്ടം നോക്കുമ്പോൾ പല നാടുകളും പല രാജ്യങ്ങളിൽ എത്തുന്ന സമയത്ത് ആളുകളുടെ വേഷങ്ങളും അവരുടെ ആചാരങ്ങളും മാറുന്നത് പോലെ തന്നെ അവരുടെ ഭാഷയും മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ജനങ്ങള് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർക്കും ഖുതുബയിൽ അറബി ഭാഷയല്ലാതെ അവരുടെ ഭാഷ തന്നെ ഉണ്ടാക്കാൻ സാധ്യമില്ലേ? മുസ്ലിയാരെ ഞാൻ ചോദിക്കട്ടെ, മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ആദ്യമായി കേരളത്തിലേക്ക് കടന്നു വന്നിട്ട് ഖുതുബ നടത്തിയത് അറബി ഭാഷയിലാണ്. അപ്പോൾ കേരളത്തിന്റെ പ്രാദേശിക ഭാഷ മാറിപ്പോയോ? അറബിയായി പോയോ?
പോയോ, മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു വരലോട് കൂടെ കേരളത്തിന്റെ ഭാഷ മാറിയിട്ടില്ല. പക്ഷേ കേരളം കേരളീയമായ മലയാളം തന്നെയായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താബീനെ ഞങ്ങൾ മുറിക്കില്ല എന്ന് പറഞ്ഞ് ഘോരമായി ശ്രദ്ധിച്ച ഇമാം മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു അവിടുത്തെ അറബിയിൽ തന്നെ ഖുത്ബ ഓതി കേൾപ്പിക്കുന്നു. കോഡ് ലെറ്റർ ഇ. ഇത്തരത്തോലു ಎಲ್ಲ ಉತ್ತರ ಚೆಂದಿದ್ಲು ಅದು ಅರಬಿ ಭಾಷೆಯಲ್ಲಿ ಮಾತ್ರ ಆಯ್ಟಿಕೊಂಡು ಮಾತ್ರ ಚೆಂದಾರು എവിടെ എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ സ്വഹാബത്ത് അടക്കം എവിടെ എങ്കിൽ അറബി അല്ലാത്ത ഭാഷയിൽ കുത്തുബ ഓതുക തീരാണ്ട് ചെന്നതുണ്ടാ. ഖുത്ബയുടെ ഷർത്തിൽ പെട്ടതാണ് അറബി ഭാഷയിലാവുക എന്നത്. പിന്നെ വേണുണ്ടില്ലല്ലേ പേരെ ഷർത്ത് ശരിയായില്ലെങ്കിൽ ആ ഖുത്ബമേ അല്ലാണ്ടല്ലേ അർത്ഥം. എന്നാൽ നിങ്ങൾ വായിച്ച അതേ ശറഹ് മുഹദ്ദബിൽ തന്നെ ഖുതുബക്കുള്ള സുനനുകൾ അവിടുന്ന് വ്യക്തമാക്കി പറഞ്ഞു. അയ്യകൂനൽ ഖുതുബത്തു ബലീഗതൻ മുഫ്ഹിമതൻ സ്വഗീറതൻ, അങ്ങനെ സുന്നത്തുകൾ പറയുന്നതായി കാണാം. ഖുതുബ എന്നുള്ളത് ഷോർട്ടായിരിക്കണം, അത് എല്ലാവർക്കും മനസ്സിലായിരിക്കണം എന്ന് തന്നെ നിങ്ങൾക്കുള്ള നവവി ഇമാം അവിടുത്തെ ശറഹ് മുഹദ്ദബിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കുറച്ച് അല്പം ഞാൻ ഇപ്പൊ ചോദിച്ച ചോദ്യം തന്നെ, നിങ്ങൾ ഹജ്ജിലേക്ക് പോയാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ഖുത്ബ ഓതണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇമാമ് എത്ര ദിവസം ഖുത്ബ ഓതേണ്ടി വരും എല്ലാ ഭാഷയിൽ കൂടി? ശരിയാണ്, ഞാൻ വാദിച്ചത് എന്റെ വാദമല്ല, നിങ്ങൾക്കുള്ള കിതാബായ ശറഹ് മുഹദ്ദബിൽ അവിടെ മുഫഹിമത്ത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മനസ്സിലാകുന്നതായിരിക്കണം. അപ്പോൾ ഖുത്ബ മനസ്സിലാകണ്ടേ? ഞാനല്ല എഴുതിയത്, നിങ്ങൾക്കുള്ള നവവി ഇമാമാണ് എഴുതിയത്. നിങ്ങൾ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ഖുത്ബയുടെ ഷർത്തിലൊക്കെ കാണാം അറബി ഭാഷയിലായിരിക്കണം എന്ന് പറയുന്നവിടെ അവിടെ പറയുന്നു, നിങ്ങൾ ഖുത്ബ കേൾക്കലാണ് 40 ആൾക്കാരോ അല്ലെങ്കിൽ നമ്മുടെ ഹനഫി മദ്ഹബിനെ പോലെ 4 ആൾക്കാരോ ഖുത്ബ കേൾക്കലാണ്, അവിടേക്ക് ഭാഷ മനസ്സിലാക്കേണ്ടത് ഇല്ല എന്നാണ്. അപ്പോൾ ഇവിടെ മുഫ്ഹിമത്ത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശമൊന്ന് വ്യക്തമാക്കണം. മുഫ്ഹിമത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഖുത്ബ നടത്തുമ്പോൾ എല്ലാവരും കേൾക്കുന്ന രീതിയിൽ 40 ആൾക്കാരെ കൊണ്ട് കേൾപ്പിക്കുക എന്നതാണ് അവിടുത്തെ ഉദ്ദേശം. അപ്പോൾ അത് മുഫ്ഹിമത്തിനേക്ക് അങ്ങനെ വിശദീകരിച്ചതായി വല്ലതും ഇബാറത്തുണ്ടെങ്കിൽ ഒന്ന് വായിക്കണം. ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹുൽ മുഹദ്ദിബിൽ തന്നെ പറയുന്നു, നിങ്ങൾ ഖുത്ബ 40 ആളെ കൊണ്ട് കേൾപ്പിക്കുക, അല്ലാതെ ഖുത്ബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയതുപോലെ തന്നെ അറബി ഭാഷയിൽ നടത്തുക എന്നാണ്. അത് ഖുത്ബയുടെ ഷർത്തും കൂടിയാണ്. അതിനുവേണ്ടി നിങ്ങൾ ഖുത്ബയുടെ ഭാഷ നിങ്ങൾ തിരുത്തല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പാരമ്പര്യത്തിന് കോറ്റമുണ്ടാകും എന്ന് പറഞ്ഞ് അതേ അറബിയിൽ തന്നെ നിങ്ങൾ തുടരുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരമ്പര്യത്തിലായി വന്ന ഇമാം നവവി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്. അപ്പോൾ ഇമാം നവവിയെ തന്നെ ശറഹ് മുഹദ്ദബിൽ അങ്ങനെ പറഞ്ഞു, മറ്റൊരു സ്ഥലത്ത് മുഫ്ഹിമു എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് ഉസ്താദിനോട് മറ്റൊന്നും ചോദിച്ചില്ല. ആ മുഫ്ഹിമു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? അല്ലാതെ 40 ആള് ഉണ്ടായിരിക്കണം, അത് കേൾക്കണം. ആ മുഫ്ഹിമു എന്നതിന്റെ ഉദ്ദേശം എല്ലാവർക്കും കേൾക്കുന്ന രീതിയിൽ ഓതുക എന്നാണ്. അതിനാണ് ചോദിച്ചത്, അങ്ങനെ എവിടെങ്കിലും വിശദീകരിച്ചതായി ഒന്ന് തെളിയിക്കാൻ പറ്റുമോ എന്ന്. ಆವೇಶಭರಿತ ಜನರಲ್ ವಿಭಾಗದ ಆಶಯ ಸಂವಾದ 1ನೇ ವೇದಿಕೆಯಲ್ಲಿ ಮುಂದುವರಿಯುತ್ತಾ ಇದೆ. ಸ್ಟೇಜ್ 3ರಲ್ಲಿ ಜೂನಿಯರ್ ವಿಭಾಗದ ಉರ್ದು ಚೆಸ್ ನಂಬರ್ 218, 208, 233, 249, 263 ಆದಷ್ಟು ಬೇಗ 3ನೇ ವೇದಿಕೆಗೆ ತಲುಪಿ 2ನೇ ವೇದಿಕೆಗೆ ಚೆಸ್ ನಂಬರ್ 226, 314, 305, 333, 342 ಸೀನಿಯರ್ ವಿಭಾಗದ ಕನ್ನಡ ಹಾಡಿಗಾಗಿ 2ನೇ ವೇದಿಕೆಗೆ, ಜೂನಿಯರ್ ವಿಭಾಗದ ಉರ್ದು ನಾಯತ್ಗಾಗಿ 3ನೇ ವೇದಿಕೆಗೆ ನಮ್ಮೊಂದಿಗೆ ರಾಜ್ಯ ಪ್ರತಿಭೋತ್ಸವ ಚೇರ್ಮನ್ ಸೈಯದ್ ಸಿಟಿಎಂ ಉಮರ್ ಸಖಾಫ್ ತಂಗಳಿದ್ದಾರೆ. ಜೊತೆಗೆ ಸಂಘಟನಾ ನೇತಾರ ಅಬ್ದುಲ್ ಸಲಾಂ ತಂಗಳ್ ಪುಂಜಾಲ್ಗಟ್ಟೆ ಅವರು ಕೂಡ ನಮ್ಮೊಂದಿಗಿದ್ದಾರೆ. ಅವರಿಗೆ ಆದಷ್ಟು ಬೇಗ ವಿರಮಿಸಲಿಕ್ಕಿರುವುದರಿಂದ ನಿರ್ಗಮಿಸಲಿಕ್ಕಿರುವುದರಿಂದ ಇಲ್ಲಿ ಕಳೆದ ಗುರುವೆನ್ಕೆರೆ ಸೆಕ್ಟರ್ ಮಟ್ಟದ
ಪ್ರತಿಭೋತ್ಸವ ಪರಪ್ಪು ಮುಹಿಯುದ್ದೀನ್ ಫಕೀರ್ ಮುಹಿಯುದ್ದೀನ್ ವಲಿಯುಲ್ಲಾಹಿ ಫಕೀರ್ ಮುಹಿಯುದ್ದೀನ್ ದರ್ಗಾ ವಠಾರದಲ್ಲಿ ನಡೆದಿತ್ತು. ಆ ಪ್ರತಿಭೋತ್ಸವ ಗುರುವೆಂಕೆರೆ ಸೆಕ್ಟರ್ ಮಟ್ಟದ ಪ್ರತಿಭೋತ್ಸವದಲ್ಲಿ ಪ್ರಥಮ ಹಾಗೂ ದ್ವಿತೀಯ ಸ್ಥಾನ ಪಡೆದ ತಂಡಗಳಿಗೆ ಟ್ರೋಫಿಯನ್ನು ಇಲ್ಲಿ ವಿತರಿಸಲಾಗುತ್ತದೆ. ಅವತ್ತು ವಿತರಣೆ ಮಾಡಿದ ಟ್ರೋಫಿ ಕೆಲವು ಕಾರಣಾಂತರಗಳಿಂದ ಅಂಕಗಳ ವ್ಯತ್ಯಾಸ ಕಾರಣಾಂತರಗಳ ಅನಿವಾರ್ಯ ಕಾರಣದಿಂದ ಅದನ್ನು ಡಿವಿಷನ್ ಮಟ್ಟದ ಈ ಪ್ರತಿಭೋತ್ಸವದಲ್ಲಿ ವಿತರಿಸಲಾಗುವುದು. ಫಸ್ಟ್ ಪ್ರೈಸ್ ಪಡೆದ ಚಾಂಪಿಯನ್ ಆಗಿ ಮೂಡಿ ಬಂದ ಪರಪ್ಪು ಯೂನಿಟ್ ನ ಶಾಖೆಯ ಅಧ್ಯಕ್ಷರು ಹಾಗೂ ತಂಡ ಬಂದು ನಮ್ಮ ಚೇರ್ಮನ್ ಸೈಯದ್ ಸಿಟಿಎಂ ಉಮರ್ ಸಕಾಫ್ ತಂಗಳ್ ಮನ್ಸರ್ ಅವರಿಂದ ಚಾಂಪಿಯನ್ ಪಡ್ಕೊಳ್ಬೇಕಾಗಿ ವಿನಂತಿಸಿಕೊಳ್ತಾ ಇದ್ದೇವೆ. 335 ಅಂಕಗಳನ್ನು ಪಡೆದ ಪರಪ್ಪು ಪ್ರಥಮ ಹಾಗೂ ದ್ವಿತೀಯ ಸ್ಥಾನ ಪಡೆದ ನಾಳ ಜಾರಿಗೆ ಬೈಲ್ ತಂಡ ದ್ವಿತೀಯ ಸ್ಥಾನವನ್ನು ಪಡೆದಿದೆ. 268 ಅಂಕಗಳು. ಪ್ರಥಮ ಸ್ಥಾನ ಪಡೆದ ಪರಪ್ಪು ಗುರುವೆಂಕೆರೆ ಸೆಕ್ಟರ್ ಮಟ್ಟದ ಪ್ರತಿಭೋತ್ಸವದಲ್ಲಿ ಪ್ರಥಮ 335 ಅಂಕಗಳೊಂದಿಗೆ ಪ್ರಥಮ ಸ್ಥಾನ ಪಡೆದ ಪರಪ್ಪು ತಂಡಕ್ಕೆ ಇಲ್ಲಿ ಟ್ರೋಫಿಯನ್ನು ವಿತರಿಸಲಾಗುತ್ತಾ ಇದೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್, ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ದ್ವಿತೀಯ ಸ್ಥಾನ ಪಡೆದ ಜಾರಿಗೆ ಬೈಲ್ ಯೂನಿಟ್ 268 ಅಂಕಗಳೊಂದಿಗೆ ದ್ವಿತೀಯ ಸ್ಥಾನ ಪಡೆದ ಜಾರಿಗೆ ಬೈಲ್ ಯೂನಿಟ್ಗೆ ಅಸಯ್ಯದ ಸಂಘಟನಾ ನೇತಾರ ಅಸಯ್ಯದ್ ಅಬ್ದುಲ್ ಸಲಾಂ ತಂಗಳ್ ಹಾಗೂ ಸಿಟಿಎಂ ತಂಗಳ್ ಜಂಟಿಯಾಗಿ ದ್ವಿತೀಯ ಸ್ಥಾನದ ಚಾಂಪಿಯನ್ ಅನ್ನು ವಿತರಿಸ್ತಾ ಇದ್ದಾರೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್. ಗುರುವೆಂಕೆರೆ ಸೆಕ್ಟರ್ ಸಮಿತಿಗೆ ಅಲ್ಲಾಹು ಎಲ್ಲ ವಿಧ ಅನುಗ್ರಹವನ್ನು ಸುರಿಸಲಿ ಎಂಬ ದುಆದೊಂದಿಗೆ ಅಸಯ್ಯದ್ ಸಿಟಿಎಂ ಉಮರ್ ಸಕಾಫ್ ತಂಗಳ್ರವರು ಹಾಗೂ ಅಸಯ್ಯದ್ ಅಬ್ದುಲ್ ಸಲಾಂ ತಂಗಳ್ರವರು ನಮ್ಮ ವೇದಿಕೆಗೆ ಬಂದು ನಮ್ಮನ್ನು ಹರಸಿದ್ದಾರೆ. ಅವರು ನಮ್ಮ ವೇದಿಕೆಯಿಂದ ನಿರ್ಗಮಿಸುತ್ತಿದ್ದಾರೆ. ಅವರಿಗೆ ಎಲ್ಲಾ ವಿಧ ಅಭಿನಂದನೆಗಳನ್ನು ಡಿವಿಷನ್ ಸಮಿತಿ ವತಿಯಿಂದ ಅರ್ಪಿಸುತ್ತಾ ಇದೀಗ ವೇದಿಕೆ 3ರಲ್ಲಿ ಜೂನಿಯರ್ ವಿಭಾಗದ ಉರ್ದು ನಾಯಕ ನಡೆಯಲಿದೆ. ಸ್ಪರ್ಧಾರ್ಥಿಗಳು ಅಲ್ಲಿಗೆ ತಲುಪಬೇಕು. ಸೀನಿಯರ್ ವಿಭಾಗದ ಕನ್ನಡ ಹಾಡು ವೇದಿಕೆ 2ರಲ್ಲಿ ನಡೆಯಲಿದೆ. ಸ್ಪರ್ಧಾರ್ಥಿ ಅಲ್ಲಿಗೆ ತಲುಪಿ ಸಹಕರಿಸಿ. ಇದೀಗ ಒಂದು ಸ್ಪರ್ಧೆಯ ಫಲಿತಾಂಶ. ಜನರಲ್ ವಿಭಾಗದ ಬ್ಯಾರಿ ಭಾಷಣ ಸ್ಪರ್ಧೆಯಲ್ಲಿ ಫಸ್ಟ್ ಪ್ರೈಸ್ ಚೆಸ್ ನಂಬರ್ 4 to 7 ಮುಸ್ತಫಾ ಮುಸ್ಲಿಯಾರ್ ಜಿಕೆರೆ 10 ಪಾಯಿಂಟ್. ಸೆಕೆಂಡ್ ಪ್ರೈಸ್ 413 ಮುಜಮ್ಮಿಲ್ ಉಜಿರೆ 5 ಪಾಯಿಂಟ್. ಥರ್ಡ್ ಪ್ರೈಸ್ 403 ಶಹೀದ್ ಕಿಲ್ಲೂರ್ ಶಹೀದ್ ಬೆಳ್ತಂಗಡಿ 3 ಪಾಯಿಂಟ್. ಉರ್ದು ಭಾಷಣ ಜನರಲ್ ವಿಭಾಗದ ಉರ್ದು ಭಾಷಣ ಸ್ಪರ್ಧೆಯಲ್ಲಿ ಫಸ್ಟ್ ಪ್ರೈಸ್ 408 ಆಸಿಕ್ ಉಜಿರೆ 10 ಪಾಯಿಂಟ್. ಸೆಕೆಂಡ್ ಪ್ರೈಸ್ 406 ಆಶಿಕ್ ಬೆಳ್ತಂಗಡಿ 5 ಪಾಯಿಂಟ್. ಥರ್ಡ್ ಪ್ರೈಸ್ 446 ನಾಸಿರ್ ಅಹಮದ್ ವೇಣೂರ್ 3 ಪಾಯಿಂಟ್. ಸ್ಪರ್ಧಾರ್ಥಿಗಳಿಗೂ ಹಾಗೂ ವಿಜೇತರಿಗೂ ಅಭಿನಂದನೆಗಳನ್ನು ಸಲ್ಲಿಸುತ್ತಾ ವೇದಿಕೆ 3ರಲ್ಲಿ ಮೇಲ್ವಿಚಾರಕರಾಗಿ ಮೊಹಮ್ಮದ್ ಶರೀಫ್ ಸಕಾಫಿ ಪಾಂಡವರಕಲ್ಲು ಅವರು ಮೇಲ್ವಿಚಾರಕರಾಗಿ ಕಾರ್ಯಾಚರಿಸುತ್ತಿದ್ದಾರೆ. ಅಲ್ಲಿನ ತೀರ್ಪುಗಾರರಾಗಿ ನಾಸಿರ್ ಮಾಸ್ಟರ್ ಉಪ್ಪಿನಂಗಡಿ, ಪ್ರೊಫೆಸರ್ ಜಾಮಿಯಾ PU ಕಾಲೇಜ್ ಸುರತ್ಕಲ್, ಮುಬಶಿರ್ ಸಕಾಫಿ ಅಲ್ ಅಜ್ಹರಿ ಪ್ರಿನ್ಸಿಪಾಲ್ ದಾರುಲ್ ಇರ್ಷಾದ್ ಮಾನಿ ಹಾಗೂ ನಿರೂಪಕರಾಗಿ ಅಬ್ದುಲ್ ರಜಾಕ್ ಇಂಜಿನಿಯರ್ ಪೆರ್ದಾಡಿ. ಹೀಗೆ ಮೂರನೇ ವೇದಿಕೆಯಲ್ಲಿ ಆಸೀನರಾಗಿದ್ದಾರೆ. ಅವರಿಗೆಲ್ಲರಿಗೂ ಡಿವಿಷನ್ ವತಿಯಿಂದ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಹಾಗೂ ಅಭಿನಂದನೆಗಳನ್ನು ಅರ್ಪಿಸುತ್ತಾ ಇದೀಗ 1ನೇ ವೇದಿಕೆಯಲ್ಲಿ ಜನರಲ್ ವಿಭಾಗದ ಆಶಯ ಸಂವಾದ ಮುಂದುವರಿಯುತ್ತದೆ. 1ನೇ ವೇದಿಕೆಯಲ್ಲಿ ದಯವಿಟ್ಟು ವೇದಿಕೆ 4ಕ್ಕೆ ಎಲ್ಲಾ ಟೀಮಿನ ವ್ಯವಸ್ಥಾಪಕರು ವೇದಿಕೆ 4ಕ್ಕೆ ತಲುಪಬೇಕು. ದಯವಿಟ್ಟು ಗಮನಿಸಿ, ವೇದಿಕೆ 4ಕ್ಕೆ ಎಲ್ಲಾ ಟೀಮಿನ ವ್ಯವಸ್ಥಾಪಕರು ಆದಷ್ಟು ಬೇಗ ತಲುಪಿ ಸಹಕರಿಸಿ. ಜಡ್ಜಸ್ ನಿಮಗಾಗಿ ಕಾಯ್ತಾ ಇದ್ದಾರೆ. 1ನೇ ವೇದಿಕೆಯಲ್ಲಿ ಆಶಯ ಸಂವಾದ ಮುಂದುವರಿಯುತ್ತದೆ. ಅದಕ್ಕಿಂತಲೂ ಮುಂಚಿತವಾಗಿ ಒಂದು ಸೂಚನೆ.
ತಮ್ಮ ತಮ್ಮ ತಂಡದ ಸ್ಪರ್ಧಾರ್ಥಿಗಳು ಊಟ ಹಾಗೂ ನಮಾಜ್ ಈ ವ್ಯವಸ್ಥೆ ಮಾಡದವರಿಗೆ ಆ ಊಟ ಹಾಗೂ ನಮಾಜಿನ ವ್ಯವಸ್ಥೆಯನ್ನು ಆಯಾ ತಂಡದ ವ್ಯವಸ್ಥಾಪಕರು ಮಾಡುವ ವ್ಯವಸ್ಥೆಯನ್ನು ಮಾಡಿಕೊಡ್ಬೇಕು. ಪ್ರತ್ಯೇಕವಾಗಿ ಊಟ ಮಾಡದವರಿಗೆ ಊಟದ ವ್ಯವಸ್ಥೆಯನ್ನು ಮಾಡಿಕೊಡಿ. ಇದು ನಮ್ಮ ಕಳಕಳಿಯ ವಿನಂತಿ. ಯಾರು ಊಟ ಹಾಗೂ ನಮಾಜ್ ಮಾಡದೆ ಬಾಕಿ ಇರಬಾರದು. ಪ್ರತ್ಯೇಕವಾಗಿ ವೇದಿಕೆ 2ರಲ್ಲಿ 3ರಲ್ಲಿ ನಡೆಯುವ ಸ್ಪರ್ಧಾರ್ಥಿಗಳ ಗಮನಕ್ಕೆ ಆಯಾ ತಂಡದ ಸ್ಪರ್ಧಾರ್ಥಿಗಳು ಆಯಾ ವೇದಿಕೆಗಳಿಗೆ ತಲುಪಿ ಸಹಕರಿಸಿ. ಈಗ ನಡೆಯುವ ಗ್ರೂಪಿನ ವಿಷಯ ಸ್ತ್ರೀ ಮಸೀದಿ ಪ್ರವೇಶ. ಸ್ತ್ರೀ ಮಸೀದಿ ಪ್ರವೇಶ. ಈ 4 ಗ್ರೂಪಿನ ನಿಮ್ಮ ಆಶಯ ಸಂವಾದ ಆದ ಬಳಿಕ ನಿಮಗೆಲ್ಲರಿಗೂ ನಿಮ್ಮ ಗ್ರೂಪಿನ ಲೀಡರ್ ನಿಮ್ಮ ವಿಷಯದ ಬಗ್ಗೆ ಮಂಡನೆ ಮಾಡಲು 2 ನಿಮಿಷದ ಅವಕಾಶವನ್ನು ನೀಡಲಾಗುವುದು. ನಿಮ್ಮ ವಿಷಯದ ಬಗ್ಗೆ, ನಿಮಗೆ ಕೊಟ್ಟಂತಹ ವಿಷಯದ ಬಗ್ಗೆ 2 ನಿಮಿಷ ನೀವು ವಿಷಯವನ್ನು ಮಂಡಿಸಲು ನಿಮಗೆ 2 ನಿಮಿಷವನ್ನು ನೀಡಲಾಗುವುದು. ಗ್ರೂಪಿನವರು ಬರಬೇಕಾಗಿ ವಿನಂತಿ. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ലവരായ SSFന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, ആമുഖമൊന്നും നീട്ടാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. സ്ത്രീ ജുമാ ജമാഅത്ത് എന്നതാണ് എൻ്റെ വിഷയം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധമായ ഇസ്ലാം നല്ലൊരു ചുറ്റുവട്ടമുള്ള മതമാണ്. എല്ലാ വിഷയത്തിനും ഇസ്ലാമിന് അതിൻ്റെതായ മാനദണ്ഡങ്ങളും അനുസരിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയില്ലേ, പരിശുദ്ധ ഖുർആനിൽ അഹ്സാബ് സൂറത്തിന്റെ 53-ാമത്തെ ആയത്തൊന്ന് എടുത്തു നോക്കൂ. വഖർന ഫീ ബുയൂതികുന്ന വലാ തബർജന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല. സ്ത്രീകൾക്ക് വീട്ടിന്റെ ഉള്ളിൽ നമസ്കരിക്കലാണ് നല്ലത് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ അഹ്സാബ് സൂറത്തിന്റെ 53-ാമത്തെ ആയത്തിൽ കാണാം. അതുപോലെ തന്നെ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, അല്ലയോ നബിയെ, അങ്ങയെ കൂടെ നമസ്കരിക്കാൻ, തങ്ങളുടെ കൂടെ പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയെ എന്ന് പറഞ്ഞ സമയത്ത് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, നിങ്ങൾക്ക് വീട്ടിൽ നമസ്കരിക്കലാണ് ഉത്തമം. പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ലഭിക്കുമെന്ന് പരിശുദ്ധ ഹബീബ് അവിടുന്ന് ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. ഓ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ, ആദ്യത്തെ പ്രമാണമായ പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞുവല്ലോ. രണ്ടാമത് പരിശുദ്ധമായ ഹദീസ്, അതും വ്യക്തമായി പറഞ്ഞു. ഇനി ഇജ്മാഉം ഖിയാസും വ്യക്തമായി തന്നെ പറഞ്ഞതാണ്, സ്ത്രീകൾക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി ജുമാ ജമാഅത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെടണമെന്ന് അതിന് പ്രേരേപിക്കുന്ന അതൊരു നല്ല കാര്യമാണ്, അഫ്ളലാണ് എന്ന് പറയുന്ന ഒറ്റ ഹദീസോ ഒറ്റ ആയത്തോ കാണിക്കാൻ ഇതുവരെ ബിദ്അഇകൾക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെയും അവർ പറയുന്നത് സ്ത്രീകൾക്ക് പ്രതിഫലം ലഭിക്കുമല്ലോ, അവർ പള്ളിയിൽ പോയിക്കോട്ടെ എന്നാണ്. അവിടുന്ന് പരിശുദ്ധ ഹബീബ് പറഞ്ഞത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ, വീട്ടിൽ നിസ്കരിക്കലാണ് സ്ത്രീകളെ നിങ്ങൾക്ക് ഉത്തമം. നിങ്ങൾക്ക് എൻ്റെ കൂടെ പള്ളിയിൽ നമസ്കരിക്കണമെന്ന വല്ലാത്ത ആഗ്രഹമുണ്ടെന്ന് എനിക്കും അറിയാം. പക്ഷേ ഇത് ഫിത്ന കൂടിയ കാലമാണ്. നിങ്ങൾക്ക് പള്ളിയിൽ നമസ്കരിക്കലാണ് അഫ്ളൽ എന്ന് പരിശുദ്ധ ഹബീബ് പറഞ്ഞു. പിന്നെ ബഹുമാനപ്പെട്ട അൻസാർ പ്രമുഖരായ സാഹിദ് എന്നവരുടെ അവിടുത്തെ പുത്രി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, ഓ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അങ്ങയുടെ ബാക്കിൽ നമസ്കരിക്കുന്ന പുരുഷന്മാർ, അതുപോലെ തന്നെ അത് മയ്യത്ത് അനുസരിക്കുന്ന പുരുഷന്മാർ,
അതുപോലെ തന്നെ യുദ്ധം ചെയ്യുന്ന സമരം ചെയ്യുന്ന പുരുഷന്മാർ അവർക്ക് ഒരുപാട് പ്രതിഫലം ലഭിക്കുന്നുണ്ട് നബിയെ. ആ പ്രതിഫലം ഞങ്ങൾക്കും ലഭിക്കണമെന്ന വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയെ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു അവസരം നൽകണമെന്ന് ഞങ്ങളുടെ ഭർത്താക്കൾ അതിന് വിടുന്നില്ലെന്നും അതിന് സമ്മതിക്കുന്നില്ലെന്നും പറഞ്ഞപ്പോൾ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, വേണ്ട വേണ്ട, നിങ്ങൾ വീട്ടിൽ തന്നെ നമസ്കരിച്ചോളി, അതാണ് അഫ്ളൽ. ഇങ്ങനെ ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വേണ്ട എന്നാണ്. അതുപോലെ തന്നെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, സ്ത്രീ എന്ന് പറഞ്ഞത് ഫിത്ന ഉണ്ടാക്കുന്ന വസ്തുവാണ്. ഒരു സ്ത്രീ നടന്നു നീങ്ങുമ്പോൾ അവിടെ ഫിത്ന ഉണ്ടാകുമെന്നത് ഈ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും സംശയമുള്ള കാര്യമാണോ? അല്ലല്ലോ. അതാ വയസ്സില്ലാത്ത ചെറിയ കുട്ടികൾ, പിഞ്ചു പൈതലിനെ പോലും അവിടുന്ന് വ്യഭിചരിക്കുന്ന കാലഘട്ടമാണ് ഇന്ന് സ്ത്രീകൾ പള്ളിയിലേക്ക് ജുമാ ജമാഅത്തിന് വേണ്ടി പോകണമെന്ന് പറയുന്നത് എന്തൊരു അബദ്ധമല്ലേ സുഹൃത്തുക്കളെ. അത്രയും വലിയ അബദ്ധം ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുന്ന ബിദ്അകൾ, അതായത് ഇസ്ലാമിന്റെ തനിമയേറിയ ഇസ്ലാമിന്റെ ആശയാദർശങ്ങളെ വലിച്ചു ചീന്തുന്ന ബിദ്അകൾ, ഇവർ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ആശയങ്ങളും ഇവർ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കാൻ സാധ്യമില്ല എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചോദ്യവേളയിൽ കണ്ടുമുട്ടാം. ഒരു ചോദ്യം: സ്ത്രീകൾ ജുമാ ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് വ്യക്തമായ ഖുർആനിന്റെ ആയത്ത് ഓതി കേൾപ്പിക്കാൻ സാധിക്കുമോ? ഇതൊരു ചോദ്യം തന്നെയല്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. നോക്കൂ സുഹൃത്തുക്കളെ, വ്യക്തമായ ആയത്ത് ഞാൻ ഓതി കൊടുത്തു, പിന്നെ അവിടെ പോകാൻ പാടില്ലെന്ന ആയത്ത് വേണോ? പരിശുദ്ധ ഹബീബ് ഹദീസിൽ പോകണ്ട എന്ന് പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു. അല്ല സുഹൃത്തെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പരിശുദ്ധ ഹദീസിനെ വിശ്വസിക്കുന്നു? ഹദീസിനെ നിങ്ങൾ സമ്മതിക്കുന്നു? ഹദീസിനെ സമ്മതിക്കുന്നു. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിനെതിരെ പറയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ഇല്ലല്ലോ. ഖുർആനിനെതിരെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയില്ല. അപ്പോൾ പരിശുദ്ധ ഹദീസ് വ്യക്തമാക്കി, പിന്നെ അതിന് പരിശുദ്ധ ഖുർആൻ സ്ത്രീ പള്ളിയിലേക്ക് പോകണമെന്ന് പറയേണ്ട തന്നെ ആവശ്യമില്ല. കാരണം ഹദീസ് വ്യക്തമാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിന് ഓപ്പോസിറ്റായി പറയുകയില്ല. അതുകൊണ്ട് തന്നെ അവിടെ പോകാൻ പാടില്ലെന്ന വ്യക്തമായ ആയത്ത് ഓതിയതിന് ശേഷം ഇനി പോകരുത് തടഞ്ഞ ആയത്തുണ്ടോ എന്ന് ചോദിക്കുന്നത് തീർത്തും അബദ്ധമാണെന്ന് മനസ്സിലാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തിൽ പെണ്ണിങ്ങ പള്ളിക്ക് പോയി വിഷയമുണ്ടല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിൽ പെണ്ണിങ്ങ പള്ളിക്ക് പോയിട്ടിരുന്നവരല്ലേ? സുഹൃത്തുക്കളെ, ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിൽ മദ്യം, അതായത് കള്ളുകുടി നിരോധിച്ചിരുന്നില്ല. ശേഷം ആയത്തുകൾ ഇറങ്ങിയതിന് ശേഷം, ഹിജാബിന്റെ ആയത്തുകൾ ഇറങ്ങിയതിന് ശേഷം ഒരൊറ്റ സ്ത്രീകൾ പള്ളിയിൽ പോയതായി തെളിയിക്കാൻ ഈ ചോദ്യകർത്താവിന് കഴിയുമോ എന്ന് വീണ്ടും ചോദിക്കട്ടെ. എന്തേ കാരണം? അതിന് ശേഷം പോയിട്ടില്ല. ആദ്യം പോയിട്ടുണ്ടോ ഇല്ല എന്ന് അദ്ദേഹം ഒരു സംഭവമുണ്ട്, പോയിട്ടുണ്ടായിരുന്നു എന്ന് സംശയത്തോടെ പറയുകയാണ്. എന്നാൽ പോയതിന് വ്യക്തമായ നിങ്ങൾ തെളിവ് കാണിച്ചാൽ അപ്പോൾ തന്നെ ഇൻഷാ അല്ലാഹ് മറുപടിയും ലഭിക്കുന്നതാണ്. ലാസ്റ്റ് റൗണ്ട് ക്വസ്റ്റ്യൻ. ഞങ്ങൾ ചോദിച്ചത് അല്ലാഹുവിൻ ഖുർആനിൽ പറഞ്ഞ ആയത്ത് തെളിയിക്കുമോ എന്നാണ്. ഖുർആന്റെ ആയത്ത് കൊണ്ട് തെളിയിക്കണോന്ന് ചൊല്ലേ. പരിശുദ്ധ ഖുർആനിന്റെ ആയത്താണ് സുഹൃത്തെ ഞാൻ പറഞ്ഞത്. അവർക്ക് വീട്ടിൻ്റെ ഉള്ളിൽ നമസ്കരിക്കലാണ് നല്ലതെന്ന് പറഞ്ഞതിന് ശേഷം അവിടെ പള്ളിയിൽ പോകണോ വേണ്ടേ എന്ന് അതൊരു ചർച്ച തന്നെ വരുന്നില്ല. വ്യക്തമായി തന്നെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആയത്ത് തന്നു, ഹദീസ് തന്നു, വ്യക്തമായി പറഞ്ഞു. വീണ്ടും ഖുർആനിന്റെ ആയത്ത് എന്ന് ചോദിക്കുന്നത് തീർത്തും അത് ശരിയല്ലെന്നും നിങ്ങൾ എന്റെ പ്രസംഗം മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളൊരു ഹദീസ് ആയത്ത് കൊണ്ടുവരും. പള്ളിയിലേക്ക് പെണ്ണുങ്ങൾ തന്നെ, സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളൊരു ആയത്ത് കൊണ്ടുവരും.
ഞങ്ങൾ ചോദിച്ചതിനൊക്കെ ആയത്ത് കൊണ്ടുവരാൻ ഖുർആൻ എന്നുള്ളത് അങ്ങനെയുള്ള ഗ്രന്ഥമല്ല സുഹൃത്തെ. ഞങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഒരു കാര്യം അതിനായത്തുണ്ടോ ഇതിനായത്തുണ്ടോ എന്ന് ചോദിക്കുന്നത് ഇസ്ലാമികമല്ല. കാരണം വ്യക്തമായി പോകണ്ട എന്ന് പറഞ്ഞതിന് ശേഷം അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉത്തമം എന്ന് പറയുമ്പോൾ ഒറ്റ ഹദീസോ ആയത്തോ അവർക്ക് പള്ളിയിൽ പോകുന്ന പ്രേരേപിക്കുന്ന ഹദീസോ ആയത്തോ കാണിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രതിഫലം നോക്കൂ സുഹൃത്തെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ ഖുർആനിനെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും പറയില്ല. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് വീട്ടിൻ്റെ ഉള്ളിലാണ് അഫ്ളൽ എന്ന്. അപ്പോൾ പള്ളിയിലേക്ക് പോകാൻ പാടില്ല എന്നല്ല അതിൽ നിന്ന് മനസ്സിലാകുന്നത്. നീ അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനാണ് ഉത്തമം എന്ന് പറഞ്ഞപ്പോൾ അവിടെ പോകാൻ പാടില്ലെന്ന് വ്യക്തമായി മനസ്സിലായില്ലേ? അത് ആളുകൾ മനസ്സിലാക്കണം. ഖുർആൻ എപ്പോഴും ഉത്തമമായ ഗ്രന്ഥമാണ്. അതിൻ്റെ ഓരോ ലഫ്ദിനും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അങ്ങനെ സൂചിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആൻ ഒരിക്കൽ ഇതാണ് അഫ്ളൽ പിന്നെ പോകാൻ പാടില്ലെന്ന് പറയേണ്ട ആവശ്യമില്ല. ആവശ്യമില്ലാത്തത് പറയുന്ന ഗ്രന്ഥമല്ല ഖുർആൻ. ഒരുപാട് കാര്യങ്ങൾ ഒരു ചെറിയ ലഫ്ദ് കൊണ്ട് ചെറിയ സൂറത്ത് കൊണ്ട് പഠിപ്പിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. അതുകൊണ്ട് നിങ്ങൾ ആയത്തിനെ മനസ്സിലാക്കി ഹദീസിനെ മനസ്സിലാക്കി സുന്നത്ത് ജമാഅത്തിലേക്ക് മടങ്ങി വരണേ എന്ന് വിനയത്തോടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഹലോ, അസ്സലാം. നിങ്ങൾ പറഞ്ഞു പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോവണ്ട. പെണ്ണുങ്ങളും അവർക്ക് ദീനിന് വേണ്ടി ഇത്രയും ഒരു ശ്രേഷ്ഠമായ അവർക്ക് കൂലി കിട്ടുന്നതിനെ നശിക്കാൻ അല്ലെങ്കിൽ ഇത്രയും ഒരു പ്രതിഫലം കിട്ടുന്ന ഒരു പ്രവർത്തനമല്ലേ ആ ഒരു പള്ളിയിലേക്ക് പോകുന്നതല്ല. ആ പള്ളിയിലേക്ക് അവർ അത്ര ഒരു ശ്രേഷ്ഠമായ ഒരു പള്ളിയിലേക്ക് പോയാൽ ഒരു ജമാഅത്ത് നിസ്കരിച്ചാൽ 27 റക്അത്ത് കൂലിയുണ്ട് എന്നാണ് ആയത്ത് മുഖേന പറയുന്നത്. എങ്കിലും എന്തുകൊണ്ടാണ് അത്രയും ഒരു നിഷേധമുണ്ടാക്കാനുള്ള കാരണം? ഇവർക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാകില്ല. ഇവർക്ക് സ്ത്രീകളെ ഒന്ന് പള്ളിയിൽ കൊണ്ടുപോകണം. എന്തോ ഒരു ആഗ്രഹം സ്ത്രീകളോട്, എന്തോ ഒരു മതിപ്പ് സ്ത്രീകളോട്. സുഹൃത്തെ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, അവർക്ക് വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിച്ചാൽ പള്ളിയിൽ നമസ്കരിച്ച പ്രതിഫലം ലഭിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഹൽഖ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ പിന്നെ അവർക്ക് പള്ളിയിലല്ല അഫ്ളൽ എന്ന് വ്യക്തമായി തന്നെ മനസ്സിലാകില്ലേ? സ്ത്രീകൾക്ക് കൂലി കിട്ടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ആഗ്രഹമില്ലേ സുഹൃത്തെ? അവിടുത്തെ ഉമ്മത്തിങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ചവരല്ലേ പ്രവാചകർ? അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം വീട്ടിൽ ലഭിക്കും കേട്ടോ, നിങ്ങൾ പള്ളിയിൽ വരണ്ട എന്ന് വ്യക്തമായി നബി തങ്ങൾ പറയുമ്പോൾ ആ നല്ല 27 ദർജത്തിന്റെ കൂലി അവർക്ക് പള്ളിയിൽ നമസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് വീട്ടിൻ്റെ ഉള്ളിലാണ്. ഇന്ന് ഫിത്ന അധികരിച്ച കാലഘട്ടമാണ്, അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് അതിന്റെ കൂലി അത് പരിശുദ്ധ പള്ളിയിൽ ലഭിക്കുന്നതിനേക്കാൾ വീട്ടിൽ കിട്ടുമെന്ന് പറയുമ്പോൾ പിന്നെ അവിടെ അവർക്ക് കൂലി കിട്ടുന്നു അങ്ങനെ പറയുന്ന കാര്യം ഒരിക്കലും അസംബദ്ധമാണെന്ന് അറിയിക്കുന്നു. പ്രശ്നം കേൾക്കാത്തത്ര ഞങ്ങളെ വീക്കാവുള്ളൂ. പ്രശ്നം കേൾക്കൂ. സ്ത്രീ സമത്വവാദമുണ്ട്, എന്ത് വേണം കേൾക്കല്ലേ? അത് നിങ്ങൾ ഡിഫൻസ് ആക്കണം, അങ്ങനെ ഇതാക്കണം, കേട്ടിട്ട് നിങ്ങൾ കീഴ് മേലാക്കണം. നെക്സ്റ്റ് കോഡ് ലെറ്റർ ഡി. നെക്സ്റ്റ് ബാക്കിയുള്ള നെക്സ്റ്റ് കോഡ് ಲೆಟರ್ ಬಿ ಗ್ರೂಪ್ ಆಯತ್ರ ಬೇಗ ಸ್ಟೇಜಿಗೆ ಬರ್ನು. 4 ಮಿನಿಟ್ ಸಮಯ. ಅದಾದ ಬಳಿಕ ಪ್ರತಿಯೊಂದು ತಂಡವೂ ಕೂಡ 1.5 ನಿಮಿಷ ಅವಲೋಕನ ಮಾಡಬೇಕು. ಅದರಲ್ಲಿ ನಿಮ್ಮ ಅಂತಿಮ ಅಂಕವನ್ನು ನೀಡಲಾಗುವುದು. ಇದೀಗ ನಿಮ್ಮ ಮುಂದೆ ಬಿ. ಇದು ತರಾವೀಹಿ ರಕಅತಿನ ಬಗ್ಗೆ ನಮ್ಮ ಚರ್ಚೆ ನಡೆಯಲಿಕ್ಕಿದೆ. ಈಗ ನಡೆಯುವುದು ಬಿ ಗ್ರೂಪಿನ ವಿಷಯ ಮಂಡನೆ ನಡೆಯುತ್ತಾ ಇದೆ. ಎ ಮತ್ತು ಸಿ ಮತ್ತು ಡಿ ಗ್ರೂಪಿನ ವಿಷಯ ಮಂಡನೆ ನಡೆಯುತ್ತಿದೆ. ಈಗ ಕೊನೆಯ ಕೋಡ್ ಲೆಟರ್ ಬಿ ವಿಷಯ ಮಂಡನೆ ತರಾವೀಹಿ ರಕಅತಿನ ಬಗ್ಗೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹ್ಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ಅಊದು ಬಿಲ್ಲಾಹಿ ಮಿನಶ್ ಶೈತಾನಿರ್ ರಜೀಮ್. ಬಿಸ್ಮಿಲ್ಲಾಹಿರ್ ರಹ್ಮಾನಿರ್ ರಹೀಮ್.
الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد സമാദരണീയരായ ഉസ്താദന്മാർ, ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, അള്ളാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് സുന്നികളും അതുപോലെ ബിദഈകൾക്കും ഇടയിലുള്ള വലിയ ഒരു ചർച്ചാ വിഷയമാണ് തറാവി 20 റക്അത്ത് എന്നുള്ളത്. നമുക്കറിയാം, ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് തന്നെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് 20 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലാ ബിന്നാസി 20 റക്അ. ജനങ്ങളോടുകൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 20 റക്അത്ത് അത് നിസ്കരിച്ചിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇസ്ലാമിൻ്റെ ഒരു വിഷയം സ്ഥിരപ്പെടുത്തണമെങ്കിൽ ഇസ്ലാമിൽ 4 പ്രമാണങ്ങളുണ്ട്: ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നുകൊണ്ട് സ്ഥിരപ്പെട്ടാൽ അത് നമുക്ക് ദീനിൽ ഉൾക്കൊള്ളിക്കേണ്ടതാണ്, അത് ദീനിന് തെളിവാണ് എന്ന് മഹാത്മാക്കൾ നമുക്ക് പഠിപ്പിച്ചതായി കാണാം. മറ്റൊരു ഹദീസിൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ജനങ്ങളോട് കൂടെ കാനൂ യഖൂമൂന ബിന്നാസ്, ജനങ്ങളെ കൂട്ടിക്കൊണ്ട് അവിടെ നിസ്കരിച്ചിട്ടുണ്ട്. അവിടെ പണ്ഡിതന്മാർ അവിടെ എഴുതുന്നു, ജമ്മുൽ ജവാമി പോലത്തെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കാനൂ യഖൂമൂന എന്നുള്ളത് അത് ഇജ്മാഇനെ സൂചിപ്പിക്കുന്ന പദമാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്ത് ജനങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായി നിസ്കരിക്കുന്ന സമയത്ത് ആ ജനങ്ങളെ ഒക്കെ ഒരുമിച്ച് കൂട്ടി ഒരൊറ്റ ജമാഅത്തിൽ നിർത്തിയത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. മാത്രമല്ല, ഇത് കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഇത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സുന്നത്താണെന്ന് മനസ്സിലാക്കരുത്. അത് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. ഇത് ഞാനല്ല പറയുന്നത്. ബഹുമാനപ്പെട്ട സലഫികൾ വരെ ബിദഈകൾ വരെ അവരുടെ നേതാവെന്ന് അംഗീകരിക്കുന്ന ഇബ്നു തൈമിയ്യ അവിടുത്തെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം അത് വിശദീകരിച്ചതായി കാണാം. സ്വലാത്തു തറാവി ഫലൈസത് ബിദ്അത്തുൻ ഫിശ്ശറഇ, അത് തറാവി നിസ്കാരം എന്നുള്ളത് അത് ശറഇൽ അത് ബിദ്അത്തുമൊന്നും അല്ല, ബൽ സുന്നത്തുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലുള്ളാഹിന്റെ സുന്നത്താണെന്ന് അവിടുന്ന് വിശദീകരിച്ചു. ഇനി സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഞങ്ങളുടെ ചോദ്യം, റസൂലുള്ളാഹി തറാവീഹ് ബിദ്അത്ത് എന്നുള്ളതല്ല, തറാവീഹ് 20 റക്അത്ത് ആണോ അല്ലെങ്കിൽ 8 റക്അത്ത് ആണോ? ചോദ്യകർത്താവ് വിഷയാവതരണം നടത്തുമ്പോൾ ശ്രദ്ധിച്ചില്ല എന്നതാണ് ഇവിടുന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലാ ബിന്നാസി 20 റക്അ, ജനങ്ങളോടുകൂടെ 20 റക്അത്ത് റസൂൽ നിസ്കരിച്ചു എന്ന് ഞാൻ ആദ്യം വായിച്ചത് തന്നെ അത് ഹദീസാണ്. 8 റക്അത്ത് നിസ്കരിച്ചു എന്നുള്ളതും ഹദീസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ആ ഹദീസ് ഒന്ന് വായിക്ക്. ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ 8 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട് എന്നുള്ള ഹദീസും വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിനെയും നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. അല്ല, നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ആ ഹദീസ് ഒന്ന് വായിക്ക്, ഇൻഷാ അല്ലാഹ് അതിന്റെ മറുപടി ഞങ്ങൾ പറയും. നിങ്ങൾ ആ ഹദീസ് കണ്ടിട്ടില്ല എന്നിട്ടുണ്ടാകും, ഹദീസ് വായിക്കേണ്ടതില്ല, നിങ്ങൾ അതിന് മറുപടി പറയുക. അത് ഹദീസ് ഉള്ളത് സത്യം തന്നെയാണ്. നിങ്ങൾ തോന്നിവാസം പറഞ്ഞാൽ അതിനിക്ക് മറുപടി പറയേണ്ടവർ ഞങ്ങളല്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യം വ്യക്തമാണെങ്കിൽ ഞങ്ങൾ അതിനിക്ക് മറുപടി പറയും. ഞങ്ങൾ 20 പറഞ്ഞില്ല, എന്നാൽ നിങ്ങൾക്ക് 20-നെ വിശ്വസിച്ചാ പോരെ? സുഹൃത്തെ,
വ്യക്തമായി തന്നെ ഞങ്ങൾ പറഞ്ഞു ഹദീസ് ഉണ്ടെന്ന്. ചോദ്യകർത്താവ് ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ അവർ എല്ലാ കിതാബും ഹദീസും പഠിച്ചു വരുന്നവരല്ലല്ലോ. ഏതെങ്കിലും ബദഈകളോ അതല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോ ചോദിക്കുന്ന ചോദ്യം ഞങ്ങൾ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഉസ്താദുമാരായ നിങ്ങളല്ലേ ആ ഹദീസൊക്കെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരേണ്ടത്. ഏതെങ്കിലും അറിയാത്ത നല്ല നിലക്ക് ഖുർആനും ഹദീസും കിതാബും അറിയാത്ത ആളുകളോട് നിങ്ങൾ ഹദീസ് ഓതിക്കോളി എന്നല്ലല്ലോ വാദം. ഇസ്ലാം അങ്ങനെയല്ലല്ലോ പഠിപ്പിക്കുന്നത്. പക്ഷേ അറിയാത്തവർക്ക് ആദ്യം ഹദീസ് വായിച്ചു കൊടുത്തു, പിന്നെ അവർ ശ്രദ്ധിക്കേണ്ടത് കിതാബൊന്നും നോക്കാൻ പോകണ്ട, അവർ ഹദീസ് നോക്കണ്ട വേണ്ടത്. ഇന്നത്തെ ആലിമീങ്ങൾ എന്ന് നിസ്കരിക്കുന്നത് ഇവിടുത്തെ മാലിക് ദിനാർ കേരളത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ നിന്ന് എങ്ങനെ നിസ്കരിച്ച അതാ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ജാഹിലീങ്ങൾ കിതാബ് നോക്കി അവിടെ അങ്ങനെയുണ്ടെന്ന് വിശ്വസിക്കാനല്ല വേണ്ടത്. ഞങ്ങൾക്കുള്ള മുതിർന്ന പണ്ഡിതന്മാർ അവരെങ്ങനെ നിസ്കരിക്കുന്നു നിങ്ങൾ നോക്കൂ. ഇന്ന് പള്ളിയിൽ 20 റക്അത്ത് നിസ്കരിക്കുന്നത് ഇന്ന് 8 റക്അത്ത് നിസ്കരിക്കുന്നുണ്ടോ? ആ 8 റക്അത്ത് നിസ്കരിക്കുന്ന മുജാഹിദ് നിങ്ങൾക്കറിയില്ലേ? നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പണ്ഡിതന്മാരെയല്ലേ പിന്തുടരേണ്ടത്? ഇദ്ദേഹം പറഞ്ഞു കിതാബ് നോക്കേണ്ടതല്ല, അവിടെ മാലിക് ദീനാറില്ല എത്ര നമസ്കരിക്കുന്നു എന്ന് നോക്കേണ്ടത്. സുഹൃത്തെ, കിതാബാണ് നോക്കേണ്ടത്, ഹദീസാണ് നോക്കേണ്ടത്, ഖുർആനാണ് നോക്കേണ്ടത്. ആരെങ്കിലും ചെയ്യുന്നോ ഇല്ലയോ എന്നതല്ല ഇസ്ലാമിക തെളിവ്, ഇസ്ലാമിക പ്രമാണം. അത് അവിടെ ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? നിങ്ങൾ എന്നാലും ഞാൻ പറയട്ടെ, ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. എന്നാൽ രണ്ടാമത്തെ ചോദ്യം, വ്യക്തമായ ഖുർആനിക ആയത്ത് കൊണ്ടുവരാൻ സാധിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 നമസ്കരിച്ചിരുന്നു എന്ന വ്യക്തമായ ഖുർആനിന്റെ ആയത്ത് കൊണ്ടുവരാൻ സാധിക്കുമോ? നബി തങ്ങൾ നിസ്കരിച്ചത് ഖുർആനിൽ ആയത്ത് വരണം. ഖുർആൻ ഇറങ്ങിയത് നബി തങ്ങൾക്ക്. ആ വിഷയം ഖുർആനിൽ എന്ത് വിഡ്ഢിത്തരമായി ചോദ്യം. എന്നാൽ നിങ്ങൾ ചിന്തിക്കണം, പള്ളിയിൽ ഇന്ന് 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്. ഈ 5 വക്ത് നിസ്കാരം ഉണ്ടെന്ന് ഖുർആൻ കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? എന്നാൽ അടുത്ത ആയത്ത് കൊണ്ട് ഞാൻ ഇതും ഇവിടെ സ്ഥിരപ്പെടുത്താം. അതുകൊണ്ട് ഖുർആനിലെല്ലാം ഉണ്ടാകണം. ഖുർആനിൽ ഉള്ളതേ ഇസ്ലാമിക, അത് ഏതാ പണ്ഡിതൻ പഠിപ്പിച്ചത് അതൊന്ന് സ്ഥിരപ്പെടുത്താൽ ഇൻഷാ അല്ലാഹ് ഖുർആൻ കൊണ്ട് ഞങ്ങളും ഇവിടെ സ്ഥിരപ്പെടുത്തും. 5 വക്ത് നമസ്കാരത്തിന് മുമ്പ് ഞങ്ങളല്ലേ ആദ്യം ചോദിച്ചത്? സാധ്യമുണ്ടെങ്കിൽ നിങ്ങളും തെളിയിക്കൂ ഖുർആനായത് കൊണ്ട്. അടുത്ത നിമിഷം ഞാൻ 5 വക്തിന് ഞാൻ ആയത്ത് ഓതി തരാം. സാധ്യമുണ്ടോ നിങ്ങൾക്ക്? വ്യക്തമായ ഒറ്റ ആയത്ത് കൊണ്ടുവരാൻ സാധ്യമുണ്ടോ നിങ്ങൾക്ക്? വ്യക്തമായ ആയത്ത് നിങ്ങൾക്ക് വേണമല്ലോ. അതാണ് നിങ്ങൾക്ക് പിടിച്ച സുഖക്കേട്. നിങ്ങൾ എന്നാ തെളിയിക്കി ഈ ഖുർആനിൽ വന്നത് മാത്രം ഇസ്ലാമികമാണ് എന്ന്. പിന്നെന്തിനാ ഇവിടെ ഹദീസ്? പിന്നെന്തിനാ ഇവിടെ ഇജ്മാ? പിന്നെന്തിനാ ഇവിടെ ഖിയാസ്? ഖുർആൻ നോക്കി കണ്ടുപിടിച്ചാ പോരെ? നിങ്ങളിപ്പോ നിസ്കരിക്കുന്നുണ്ടല്ലോ, അന്നാ 4 മുതൽ നിസ്കാരം നിർത്തിവെച്ചോ. ആദ്യം അതല്ലേ ശരിയാക്കേണ്ടത്? ഇത് പിന്നെ സുന്നത്തല്ലേ? ഇത് പോകട്ടെ. നിസ്കരിക്കുന്ന ഫർള് നിസ്കാരം 5 വക്ത് ഉണ്ടെന്ന് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെടുത്താത്ത നിങ്ങൾ ഇതുവരെ നിസ്കരിച്ചത് ബിദ്അത്തല്ലേ മൗലവി? എന്തുകൊണ്ടാ ഇങ്ങനെ ചിന്തിക്കാത്തത്? ഇങ്ങനെയുള്ള പൊട്ടത്തറത്തിന്റെ മാലപ്പടക്കം ഇവിടെ പൊട്ടിച്ചാൽ ഞങ്ങൾക്ക് മുമ്പിൽ നടക്കൂല മൗലവി. ഇസ്ലാമിക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇസ്ലാമിൽ ആദ്യം നോക്കേണ്ടത് ആയത്തല്ലേ സുഹൃത്തെ? അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചു, വ്യക്തമായ ആയത്തുണ്ടോ? വ്യക്തമായ ആയത്തുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വീകരിക്കാം. പിന്നെ ഞങ്ങൾക്കതിൽ സംശയമില്ല. നിങ്ങൾ പറയുന്നു നിങ്ങൾ അത് നിർത്തിവെച്ചോലി, നിസ്കാരം നിർത്തിവെച്ചോലി, ഇത് നിർത്തിവെച്ചോലി. ഇത് എന്ത് പ്രസംഗമാണ് സുഹൃത്തെ? നിസ്കാരം നിർത്തിവെക്കാൻ വേണ്ടി പറയാനാണോ നിങ്ങൾ ഇവിടെ വന്നത്? അതല്ല ചോദ്യത്തിന് മറുപടി പറയാനാണോ ഇവിടെ വന്നത് എന്ന് ആളുകൾക്ക് മനസ്സിലാകാതെ വിഭ്രാന്തത്തിലാണ് ആളുകൾ ഉള്ളത്. ഇതാണ് നിങ്ങൾക്കുള്ള സുഖക്കേട്. എന്റെ സദസ്സ് മനസ്സിലാക്കിയിരിക്കുന്നു. മൗലവി, ആദ്യം ശരിയാക്കേണ്ടത് നിങ്ങൾക്ക് നിസ്കാരത്തിൽ സംശയമുണ്ടായില്ലേ? 5 വക്ത് നിസ്കരിക്കുമ്പോ നിങ്ങൾ നേരത്തെ കണ്ടത് 5 വക്ത് നിസ്കാരം ഖുർആനിലുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സംശയം തീരുമായിരുന്നു എന്നല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ടത്. അത് വിട്ട് തറാവി ഈ സുന്നത്ത് നിസ്കാരം അത് ഖുർആനിലുണ്ടോ? ആദ്യം ഫറലല്ലേ ശരിപ്പെടുത്തേണ്ടത്? ആദ്യം ഫറദൊന്ന് ശരിപ്പെടുത്ത്, തെളിയിക്കൂ സമുദായത്തിന്റെ മുമ്പിൽ. ഉണ്ട് ഖുർആൻ 5 വക്ത്, അത് ഖുർആനിലുണ്ട്. ആകയാൽ എന്റെ സദസ്സ് മനസ്സിലാക്കണം, ഖുർആനിലുള്ളത് മാത്രം ഇസ്ലാമികമാണെന്ന് ബിദഈകൾ കൊട്ടിഘോഷിക്കുമ്പോ നിങ്ങൾ അതിലൊന്നും പെട്ടുപോയി ഇസ്ലാമിനെ തകർക്കരുത് നിങ്ങൾ. കാരണം ഇസ്ലാമിന്റെ തൂണുകൾ ആരാണ്? അസ്ഹാബി കന്നുജൂം ഫബി അയ്യിമിക് തദൈതും. സുഹൃത്തെ,
ഞങ്ങൾ പറഞ്ഞു 5 വക്ത് നമസ്കാരം ഇവിടെ ഒരു ചർച്ചയുള്ള വിഷയമല്ല. ഞങ്ങൾ ബിദഈകളും അതുപോലെ തന്നെ സുന്നികളും തമ്മിലുള്ള തർക്കം അത് തറാവീഹ് നമസ്കാരമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആയത്തിലേക്ക് പോയത്, അതല്ലാതെ മറ്റെന്തെങ്കിലും വിഷയമല്ല. ഞങ്ങൾക്ക് ഇവിടെ ചർച്ചയുള്ള വിഷയം തറാവീഹ് നിസ്കാരമായപ്പോൾ ഞങ്ങൾ ഖുർആനിലേക്ക് പോയി. 5 വക്ത് നിസ്കാരം ഇവിടെ ചർച്ച ചെയ്തു. ഇതോടുകൂടി നമ്മുടെ പരിപാടി അവസാനിച്ചിരിക്കുന്നു. അപ്പൊ ഇനി നിങ്ങൾക്ക് വന്ന ചോദ്യങ്ങളും നിങ്ങളുടെ വിഷയങ്ങളും ബന്ധപ്പെട്ട് നിങ്ങൾക്ക് 1.5 നിമിഷം 2 നിമിഷത്തിന്റെ ഉള്ളിലായി നിങ്ങളെ ഗ്രൂപ്പ് ലീഡറുകൾ എന്താക്കണം, എത്ര ഷോർട്ടിൽ വിഷയം എന്താക്കാൻ അവതരിപ്പിക്കാനുള്ള സമയമുണ്ട്. ഇനി ബാക്കിയുള്ള ഒരു ഗ്രൂപ്പ് പുറത്തുണ്ട്, അവർ വന്ന് സ്റ്റേജിലേക്ക് വരണം. എത്ര വേഗം നമ്മുടെ പരിപാടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ആദ്യമായിട്ട് നബി ദിനാചരണ ആ വിഷയത്തിൽ ഗ്രൂപ്പ് ವಿಷಯ ಅವತರಿಪಿക്കാൻ വേണ്ടി ಕ್ಷಣಿಸೋಳು. ಒಂದನೇ ವೇದಿಕೆಯನ್ನು ನಿಯಂತ್ರಿಸುತ್ತಿರುವ ತೀರ್ಪುಗಾರರಾದ EMG ತುಲ್ಹಾದ್, ಪ್ರಿನ್ಸಿಪಾಲ್ ಅನುಗ್ರಹ ಟ್ರೈನಿಂಗ್ ಕಾಲೇಜ್ ಬೆಳ್ತಂಗಡಿ, KMH ಝೂರಿ ಕುಂಬಾಳಿ, ಪ್ರೆಸಿಡೆಂಟ್ SF ಪುತ್ತೂರು ಡಿವಿಷನ್, ರಫೀಕ್ ಸೈದಿ ಮಿತ್ತೂರ್ ಡಿವಿಷನ್ ಲೀಡರ್ ಪುತ್ತೂರ್. ಹೀಗೆ ತೀರ್ಪುಗಾರರು ನಮ್ಮೊಂದಿಗೆ ಬಹಳ ಸಂತಸದಿಂದ ಆವೇಶದಿಂದ ನಮ್ಮೊಂದಿಗೆ ತೀರ್ಪುಗಾರರಾಗಿ ಇಲ್ಲಿ. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد وما أرسلناك إلا رحمة للعالمين. قال الله عز وجل. ആദരണീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ മഹത്തായ ഫള് കൊണ്ട് SSF കർണാടക സംസ്ഥാനത്തിൻ്റെ അണ്ടറിൽ നടക്കുന്ന ഡിവിഷനിൻ്റെ പരിപാടിയാണ്. ഇതിൽ ഇപ്പോൾ തന്നെ തെരഞ്ഞെടുത്ത കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ആചരണം, നബി ദിനാചരണം എന്നുള്ളതിനെ കുറിച്ചാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിൻ്റെ അനുഗ്രഹമാണ്. ലോകത്തിൻ്റെ അനുഗ്രഹമായിട്ട് വന്ന നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുഗ്രഹമായിരിക്കുമ്പോൾ അല്ലാഹു തആല ഞങ്ങൾക്ക് വല്ല അനുഗ്രഹങ്ങൾ തരുമ്പോൾ ആ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തൽ, അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യൽ ഞങ്ങളുടെ മേൽ നിർബന്ധമാണ്, ഞങ്ങൾക്കുള്ള കടപ്പാടിൽപ്പെട്ടതാണ്. അപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഗ്രഹമായിരിക്കും. ആ ഹബീബിന്റെ കാര്യത്തിൽ സന്തോഷിക്കുന്നത്, ഹബീബിന്റെ മദ്ഹ് പറയുന്നത്, ഹബീബിന്റെ പ്രകീർത്തനങ്ങളൊക്കെ പറയുന്നത് ഇബാദത്താണ്, നല്ല കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിൽ നടന്നതുമാണ്, അതിന്റെ ശേഷം നടന്നുകൊണ്ടുവരുന്നതാണ്. പക്ഷേ ഈ ഒരു നൂറ്റാണ്ടിന്റെ ഇടയ്ക്ക് മാത്രമേ ചില കക്ഷികളൊക്കെ അത് പാടില്ല, ബിദ്അത്ത് എന്നൊക്കെ പറഞ്ഞു നടന്നത്. പക്ഷേ ബിദ്അത്തും അതേ നിലക്കാണ്. ബിദ്അത്ത് എല്ലാം ഒരു പോലത്തെ ബിദ്അത്തുകളല്ല. ബിദ്അത്തുകൾ നല്ലതുമുണ്ട്, സ്വീകരിക്കാൻ പറ്റുന്നതുമുണ്ട്, സ്വീകരിക്കാൻ പറ്റാത്തതുമുണ്ട്. അപ്പോ പറ്റുന്ന ബിദ്അത്തിൽപ്പെട്ട കാര്യമാണ്, നല്ല ബിദ്അത്തിൽപ്പെട്ടതാണ് നബി ദിനാചരണം. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുതിയ ഒരു കാര്യമെന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിൽ മുസ്ഹഫ് ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ നിലക്കുള്ള ക്രോഡീകരിച്ച മുസ്ഹഫ് ഇല്ലെന്ന ഹഫീലിങ്ങളാണ് ഉണ്ടായത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, മുസ്ഹഫ് ഉണ്ട്. പക്ഷേ മുസ്ഹഫ് അത് നബി തങ്ങളുടെ കാലത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് മുസ്ഹഫിനെ കത്തിക്കാൻ പറ്റോ? ഇല്ലല്ലോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദന്മാർ, അതുപോലെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരന്മാർ, പരിശുദ്ധമായ ഇസ്ലാം അതിൻ്റെ കാര്യങ്ങൾ അത് ദീനിൽ സ്ഥിരപ്പെടുത്താനും പ്രായോഗികമാകാനും ഇസ്ലാമിൽ 4 പ്രമാണങ്ങളാണ് പണ്ഡിതന്മാർ വെച്ചിട്ടുള്ളത്. ഒന്ന് ഖുർആനാണ്, രണ്ടാമത്തേത് ഹദീസാണ്, മൂന്നാമത്തേത് ഇജ്മാ ആണ്, നാലാമത്തേത് ഖിയാസാണ്. നമുക്കിവിടെ അറിയാം, ഇവിടുത്തെ വിഷയം തറാവി 20 റക്അത്താണോ എന്നതാണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജനങ്ങളെ കൂട്ടി 20 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട് എന്ന ഹദീസുണ്ട്. ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം റാഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ
തറാവി എന്നുള്ളത് അത് 20 റക്അത്താണ് എന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നതും ഇതേ ഹദീസാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വ്യത്യസ്തമായ സ്ഥലത്ത് നിസ്കരിക്കുന്നവരെ കൂട്ടുവിളിച്ച് എല്ലാവരെയും ഒരേ ഇമാമിന്റെ കീഴിൽ 20 റക്അത്തായി അവിടെ നിന്ന് നിർവഹിച്ചതായി നമുക്ക് കാണാം. അതിനെ വിശദീകരിച്ച് ജമ്മുൽ ജമാഅ പോലെ ഗ്രന്ഥത്തിൽ കാണാം. കാനൂ യഖൂമൂന എന്ന പദം അത് ഇജ്മാഇനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതിലൂടെയും നമുക്ക് മനസ്സിലാക്കാം ഇജ്മാ എന്നുള്ളത് അത് ഇസ്ലാമിക പ്രമാണത്തിൽ പെട്ടതാണ്. അപ്പോൾ ബിദഈകൾ ചില 8 റക്അത്ത് 11 റക്അത്ത് ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അത് നാം മനസ്സിലാക്കണം. ഒന്നിരിക്കലോ അത് തറാവിനെ സംബന്ധിച്ച് വന്നതല്ല, അല്ലെങ്കിൽ അത് തറാവിനെ സംബന്ധിച്ച് വന്നതല്ല, അല്ലെങ്കിൽ അതിലുള്ള റാവിമാര് അവർ ലഈഫാണ് എന്ന് നമ്മുടെ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞതായി കാണാം. അതായത് മുജാഹിദുകളുടെ നേതാവ് മുബാറക് ഫൂരി പോലെയുള്ളവരാണ് ഇങ്ങനെയുള്ള വാദം ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ടവർ അതുകൊണ്ട് തറാവി എന്നുള്ളത് ഇസ്ലാമിക 20 റക്അത്ത് തന്നെയാണെന്ന് സമുദായം മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആമുഖമൊന്നും നീട്ടാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധമായ ഇസ്ലാം വ്യക്തമായി വിലക്ക് വന്ന ഒരു കാര്യമാണ് സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളത്. ഇവിടെ ഞങ്ങളുടെ സംവാദത്തിൽ ഒരൊറ്റ ചോദ്യമാണ് ഞങ്ങളോട് ചോദിച്ചത്. സ്ത്രീകൾക്ക് 27 ദറജം അത് പള്ളിയിൽ ലഭിക്കുമല്ലോ, അതുകൊണ്ട് അവർ പള്ളിയിൽ പോകാമല്ലോ എന്ന ഒറ്റ ചോദ്യമാണ് ഞങ്ങളോട് ഒരു ചോദ്യമായി ചോദിച്ചത്. സുഹൃത്തുക്കളെ, ലഅന്നഹു ലൈസ അല നിസാഇ ജുമുഅത്തുൻ വലാ ജമാഅത്തുൻ ഫിൽ മസ്ജിദ്. മഹ്ലറി ഇമാം അവിടുത്തെ കിതാബിൽ 541 പേജിൽ 2ാമത്തെ വാള്യത്തിൽ പറയുകയാണ്, ലഅന്നഹു ലൈസ അല നിസാഇ ജുമുഅത്തുൻ, അവർക്ക് ജുമുഅ ഇല്ല, വലാ ജമാഅത്തുൻ ഫിൽ മസ്ജിദ്, അതുപോലെ തന്നെ അവർക്ക് പള്ളിയിൽ ജുമുഅയും ഇല്ല ജമാഅത്തും ഇല്ല എന്ന വ്യക്തമായി മഹ്ലറി ഇമാം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അവർ ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായ ഒരു ഇബാറത്താണ് കൊണ്ടുവന്നത്. പിന്നെ അവിടുന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അവിടുന്ന് അഹ്സാബ് സൂറത്തിന്റെ വഖർന ഫീ ബുയൂതികുന്ന വലാ തബർജന തബർജൽ ജാഹിലിയത്തിൽ ഊല എന്ന ആ അഹ്സാബ് സൂറത്തിന്റെ 53ാമത്തെ ആയത്ത് ഓതുന്ന സമയത്ത് അവിടുന്ന് പൊട്ടിക്കരയുമായിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ജമൽ യുദ്ധത്തിന്റെ ഒരു തീർപ്പിന് പോയ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആ കാര്യം ഓർത്തുകൊണ്ടാണ് കരഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട മുഹദ്ദിസീങ്ങൾ വ്യക്തമായി തന്നെ പറഞ്ഞത് കാണാം. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഫിത്നയുള്ള സമയത്ത് സ്ത്രീകൾ പോകാൻ പാടില്ലെന്ന് പരിശുദ്ധ ഖുർആനും ഹദീസും എല്ലാം മനസ്സിലാക്കിയ ആലിമീങ്ങൾ അവിടുന്ന് പറയുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ಆಶಯ ಸಂವಾದ ಸಮಾಪ್ತಿಗೊಳ್ತಾ ಬರುತ್ತಿದೆ. ಜನರಲ್ ವಿಭಾಗದ ಉರ್ದು ಭಾಷಣಕ್ಕಾಗಿ ಆದಷ್ಟು ಬೇಗ ಜನರಲ್ ವಿಭಾಗದ ಉರ್ದು ಭಾಷಣಕ್ಕಾಗಿ 1ನೇ ವೇದಿಕೆಯಲ್ಲಿ ಜನರಲ್ ವಿಭಾಗದ ಉರ್ದು ಭಾಷಣ ಸ್ಪರ್ಧೆ ನಡೆಯಲಿದೆ. ಆದಷ್ಟು ಬೇಗ ಸ್ಪರ್ಧಾರ್ಥಿಗಳು ಗ್ರೀನ್ ರೂಮ್ಗೆ ಬನ್ನಿ. ಚೆಸ್ ನಂಬರ್ 429 415. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആമുഖങ്ങളില്ലാതെ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ പ്രസക്തമായ സംവാദം ഖുത്ബയുടെ പരിഭാഷ, ഖുത്ബയുടെ ഭാഷ എന്നുള്ള വിഷയത്തിലാണ്. അപ്പോൾ നാം കുറെ ചോദ്യങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിലൂടെയും പണ്ഡിതന്മാരുടെ ഉദ്ധരണത്തിലൂടെയും പ്രശ്നങ്ങളെ സ്വീകരിച്ച് ഉത്തരം കൊടുത്തിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താബിഈകളെ പിൻപറ്റിയ നിങ്ങളോടെയും നമുക്ക് പറയാനുള്ളത്, ആരെങ്കിലും ഒരുത്തൻ വല്ല ബിദ്അത്തിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ, വല്ല അനറബി ഭാഷ ഓതിയ ഖുത്ബയിൽ
പങ്കെടുത്ത് അവിടെ ജുമാ നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ളുഹൂർ നിസ്കാരത്തിനെ നിങ്ങൾ ഖളാ വിട്ടാൻ നിങ്ങളുടെ ആയുസ്സിനെ ഒരുക്കി വെക്കുക. കാരണം ആ ജുമാ സ്വഹീഹല്ല, ആ ഖുതുബ സ്വഹീഹല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലൂടെയും അല്ലാഹുവിന്റെ ആയത്തിലൂടെയും നമുക്ക് അതിനെ പ്രസിദ്ധീകരിക്കാൻ പറ്റുന്നുണ്ട്. കാരണം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതും അത് തന്നെയാണ്. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ സ്വഹാബികളെയും അവിടുത്തെ താബിഈങ്ങളെയും നിങ്ങൾ പിൻപറ്റി ജീവിക്കേണ്ടത് ഇവിടെയുള്ള നമ്മുടെ കടപ്പാടാണ്. അതുകൊണ്ടാണ് എത്ര ആലിമീങ്ങൾ വന്നാലും, എത്ര അസ്ഹാബികൾ വന്നാലും, എത്ര താബിഈങ്ങൾ വന്നാലും അവിടുത്തെ ഖുത്ബയുടെ ഭാഷ ചേഞ്ച് ആക്കാത്തത് നിങ്ങൾ കണ്ടില്ലേ? മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു. കാരണം എന്തേ അവർ ചേഞ്ച് ആക്കാത്തത്? ഖുത്ബയുടെ ഭാഷ ചേഞ്ച് ആക്കൽ അത് ലഘുവാണ് എന്നാണ് നമ്മുടെ ഇമാമികൾ പഠിപ്പിച്ചത്. ആ ലഘുവായ സമയത്തിന്റെ അഭാവം കൊണ്ട് നിർത്തട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ಇಲ್ಲಿಗೆ ಆಶಯ ಸಂವಾದ ವೇದಿಕೆ ಒಂದರಲ್ಲಿ ಮುಕ್ತಾಯಗೊಂಡಿದೆ. ಇದೀಗ ವೇದಿಕೆ ಒಂದರಲ್ಲಿ ಜನರಲ್ ವಿಭಾಗದ ಉರ್ದು ಸ್ಪರ್ಧಾರ್ಥಿಗಳು ರೆಡಿಯಾಗಿದ್ದಾರೆ. ಉರ್ದು ಭಾಷಣ ಜನರಲ್ ವಿಭಾಗದ ಉರ್ದು ಭಾಷಣ 1ನೇ ವೇದಿಕೆಯಲ್ಲಿ ನಡೆಯಲಿದೆ. ಅದಾದ ತಕ್ಷಣ ಸೀನಿಯರ್ ವಿಭಾಗದ ಕನ್ನಡ ಭಾಷಣ, ಸೀನಿಯರ್ ವಿಭಾಗದ ಕನ್ನಡ ಭಾಷಣಕ್ಕಾಗಿ ಆದಷ್ಟು ಬೇಗ ಸ್ಪರ್ಧಾರ್ಥಿಗಳು ವೇದಿಕೆಯ ಹತ್ತಿರ ಬರಬೇಕು, ಗ್ರೀನ್ ರೂಮ್ಗೆ ತಲುಪಬೇಕು. ಇದೀಗ ಒಂದು ಫಲಿತಾಂಶ. ಜನರಲ್ ವಿಭಾಗದ ಕನ್ನಡ ಪ್ರಬಂಧ ಸ್ಪರ್ಧೆಯಲ್ಲಿ ಫಸ್ಟ್ ಪ್ರೈಸ್ 407 ಮುಸ್ತಫಾ ಬೆಳ್ತಂಗಡಿ 10 ಪಾಯಿಂಟ್. ಸೆಕೆಂಡ್ ಪ್ರೈಸ್ 344 ಫವಾಜ್ ವೇಣೂರ್ 5 ಪಾಯಿಂಟ್. ಥರ್ಡ್ ಪ್ರೈಸ್ 437 ಅಬ್ದುಲ್ ರಶೀದ್ ಮಡಂತ್ಯಾರ್ 3 ಪಾಯಿಂಟ್. ಸೀನಿಯರ್ ವಿಭಾಗದ ಮಲಯಾಳ ಭಾಷಣದ ಫಲಿತಾಂಶ. ಫಸ್ಟ್ ಪ್ರೈಸ್ ಚೆಸ್ ನಂಬರ್ 312 ಶಾಹುಲ್ ಅಮೀದ್ ಉಜಿರೆ 10 ಪಾಯಿಂಟ್. ಸೆಕೆಂಡ್ ಪ್ರೈಸ್ 324 ಶಂಸೀರುದ್ದೀನ್ ಜೀಕೆರ 5 ಪಾಯಿಂಟ್. ಥರ್ಡ್ ಪ್ರೈಸ್ 339 ಮೊಹಮ್ಮದ್ ಜೌಹರ್ ವೇಣೂರ್. ಸೀನಿಯರ್ ವಿಭಾಗದ ಉರ್ದು ಭಾಷಣ. ಫಸ್ಟ್ ಪ್ರೈಸ್ 341 ಮೊಹಮ್ಮದ್ ಅಲಿ ವೇಣೂರ್ 10 ಪಾಯಿಂಟ್. ಸೆಕೆಂಡ್ ಪ್ರೈಸ್ 304 ಹುಸೈನ್ ಬಾಸಾ ಬೆಳ್ತಂಗಡಿ 5 ಪಾಯಿಂಟ್. ಥರ್ಡ್ ಪ್ರೈಸ್ 313 ಸಮದ್ ಉಜಿರೆ 3 ಪಾಯಿಂಟ್. ಜನರಲ್ ವಿಭಾಗದ ಟ್ರಾನ್ಸ್ಲೇಷನ್ ಕನ್ನಡ ಟು ಇಂಗ್ಲಿಷ್ 4ನೇ ವೇದಿಕೆಯಲ್ಲಿ ನಡೆಯಲಿದೆ. 420 428 440 402 ಜನರಲ್ ವಿಭಾಗದ ಅನುವಾದ ಕನ್ನಡ ಟು ಇಂಗ್ಲಿಷ್ ವೇದಿಕೆ 4ರಲ್ಲಿ ಆದಷ್ಟು ಬೇಗ ಸ್ಪರ್ಧಾರ್ಥಿಗಳು ತಲುಪಿ ಸಹಕರಿಸಿ. 420 428 440 402